ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्दा राधाकान्दा नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട എല്ലാ ഭക്തർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ഗുരുവായൂരപ്പൻ്റെ മഹാകാരുണ്യം കൊണ്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ ഒരു പുതിയ സത്സംഗം ആരംഭിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു ശ്രീമദ് ഭഗവത്ഗീതയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ശാസ്ത്രങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചും. കൃഷ്ണകഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ പറയുന്നത് അല്ലെങ്കിൽ കൃഷ്ണനെക്കുറിച്ച് പറയുന്നത്, ഇതെല്ലാം കൃഷ്ണകഥയാണ്. കൃഷ്ണൻ്റെ ഭക്തരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും അതും കൃഷ്ണകഥ തന്നെയാണ്. സോ ഇതെല്ലാം കൃഷ്ണകഥയുടെ ഭാഗമായി മാറുന്നു. കൃഷ്ണ കഥാമൃതം എന്ന് പറയുമ്പോൾ ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ പറയുന്ന കൃഷ്ണ ഭക്തരെക്കുറിച്ചുള്ള കഥകൾ, അല്ലെങ്കിൽ സാധാരണ കഥ, സിനിമാ കഥ പോലെയല്ല. കഥാമൃതം, അമൃതാണ് ഇതെല്ലാം. ഭഗവാനുമായി സംബന്ധിച്ചുള്ള കഥയെല്ലാം. ഇത് വെറുതെ സങ്കല്പത്തിൽ ആരെങ്കിലും എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല. ഇതെല്ലാം ശാസ്ത്രത്തിൽ ഉള്ളതാണ്. ഇതെല്ലാം ശാശ്വതമായിട്ടുള്ള കഥകളാണ്. സിനിമാ കഥകൾ പോലെ ആരെങ്ങളുടെയും ഭാവനയിൽ എഴുതുന്നതല്ല. ശ്രീല വ്യാസദേവൻ ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരമാണ്. അദ്ദേഹമാണ് ഈ വേദങ്ങളും
അതേപോലെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എഴുതിയിട്ടുള്ളത്. ഇതെല്ലാം ഭഗവാനിൽ നിന്ന് തന്നെ വരുന്നതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ കൃഷ്ണകഥാമൃതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഭൗതികമായിട്ടുള്ള കഥകൾ, പലവരുടെ സങ്കല്പത്തിലുള്ള പല ഭാവനയിൽ നിന്ന് വരുന്ന പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കൂടുതൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ ആസക്തരാകുന്നു. നമ്മൾ വീണ്ടും വീണ്ടും ഈ ഭൗതിക ലോകത്തിൽ ഇവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് പോകുന്നത്. അതായത് ഈ ഭൗതിക ലോകം നമ്മുടെ ശരിയായിട്ടുള്ള സ്ഥലമല്ല. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം, ഈ ഒരു ലോകം എന്ന് പറയുന്നത് നമ്മുടെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു വീടല്ല. നമ്മളിവിടുത്തെ വാടകക്കാരാണ്. നമ്മൾ ശരിക്കും ഭഗവാന്റെ കൂടെ ആധ്യാത്മിക ലോകത്തിൽ ഇരിക്കേണ്ട ആളുകളാണ്. മമേ വംശോ ജീവലോകേ ജീവഭൂത സനാതന. ഭഗവാന്റെ അംശമാണ് നമ്മൾ ഓരോരുത്തരും. ഭഗവാന്റെ അംശമായിട്ടുള്ള നമ്മൾ ഓരോരുത്തരും ഇവിടെ എന്തുകൊണ്ടിരിക്കുന്നു? അവിടെ ഭഗവാന്റെ കൂടെ ലീലകളിൽ നമ്മൾ പങ്കെടുത്ത് ഭഗവാനെ നേരിട്ട് സേവനം ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. നിർഭാഗ്യവശാൽ നമ്മളിവിടെയാണ് ഇപ്പോൾ. അതിന് പല കാരണങ്ങളും ശാസ്ത്രങ്ങൾ പറയുന്നു. ഭഗവാനെ നമ്മൾ മറക്കുമ്പോഴാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ആയിപ്പോകുന്നത്. അതായത് കാലാകാലങ്ങളായിട്ട് നമ്മൾ ഇവിടെ തന്നെ. നമ്മുടെ ഓരോരുത്തരുടെയും ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. നമ്മുടെ ശരിയായിട്ടുള്ള വീട്ടിലേക്ക് തിരിച്ചു പോവുക. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ സ്വന്തം വീട് എന്ന് വിചാരിക്കുന്ന വീട് നമ്മുടെയല്ല. ഒരു ദിവസം നമ്മളത് ഉപേക്ഷിക്കേണ്ടി വരും. നമുക്കറിയാം അല്ലേ? മരിക്കുന്നവരെയാണ് നമ്മളവിടെ നിൽക്കുന്നത്. അതിനുശേഷം പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ? അറിയില്ല. ഇതിനു മുമ്പുള്ള ജന്മങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ? ഒന്നും അറിഞ്ഞൂടാ. നമുക്കറിയില്ല എന്ന് മാത്രം. ഭഗവാൻ എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഇവിടെ തന്നെയാണ്. പല പല യോനികളിൽ നമ്മൾ ജനിക്കുന്നു. ചിലപ്പോൾ മനുഷ്യനായിട്ട് ജനിക്കുന്നു, ചിലപ്പോൾ ദേവന്മാരായിട്ട് ജനിക്കുന്നു, ചിലപ്പോൾ കൃമിയായിട്ടും പുഴുവായിട്ടും പക്ഷിയായിട്ടും മരമായിട്ടും ചെടികളായിട്ടും പുലിയായിട്ടും സിംഹമായിട്ടും കുരങ്ങനായിട്ടും പൂച്ചയായിട്ടും നായയായിട്ടും ഒക്കെ ജനിക്കുന്നു. ഓരോരുത്തരുടെ കർമ്മം അനുസരിച്ച്. അതിൽ വെച്ച് മനുഷ്യജന്മമാണ് ഏറ്റവും നല്ല ഒരു അവസരം. എന്തിനുള്ള അവസരം? ഭഗവത് പ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള, ഭഗവത് പ്രാപ്തിയിലേക്ക് എത്തുവാൻ ഏറ്റവും നല്ല ഒരു മാർഗം, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യമാണ് ശരീരമാണ് മനുഷ്യ ശരീരം. ഈ മനുഷ്യ ശരീരത്തിൻ്റെ ലക്ഷ്യം തന്നെ ഭഗവാനെക്കുറിച്ച് കൂടുതൽ കേൾക്കുക, ഭക്തിയുത സേവനങ്ങൾ ചെയ്യുക, ഭഗവാന്റെ തിരുനാമം ചൊല്ലുക, ഭഗവത്ഗീത ഭാഗവതം പോലുള്ള ശാസ്ത്രങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ കേട്ട്, ഹരികഥ കൃഷ്ണകഥാമൃതം നമ്മൾ കേട്ടുകൊണ്ട് അതിൽ പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സദാസമയം ഭഗവാന്റെ ചിന്തയിൽ നമ്മൾ ഇരിക്കുക. അങ്ങനെ നമ്മൾ ജീവിതകാലം മുഴുവൻ ഈ ഒരു ശരീരത്തിലിരിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തകളിൽ നമ്മൾ മുഴുകിയിരിക്കുകയാണെങ്കിൽ ഈ ശരീരം വിടുന്ന സമയത്ത്, അതായത് മരിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് പോവും എന്നുള്ള ഉറപ്പ് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ നമുക്ക് പറഞ്ഞു തരുന്നു. യം യം വാപി സ്മരൺ ഭാവൻ ത്യജത് അന്തേ കലേവരം തം തം ഏവൈതി കൗന്തേയ സദാ തത് ഭാവഭാവിതഃ അന്തകാലേച്ച മാം ഏവ സ്മരൺ മുക്ത്വ കലേവരം. ഭഗവാൻ ഈ 2 ശ്ലോകങ്ങളിൽ 8ാമത്തെ അധ്യായത്തിൽ പറയുന്നു ഭഗവത്ഗീതയിൽ. അതായത് മരണസമയത്ത് നിങ്ങളുടെ ചിന്ത എന്താണോ ആ ചിന്തയനുസരിച്ച്, ആ ചിന്തയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ തീരുമാനിക്കുന്നത്. അതായത് നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഒരു ഭാവിയാണ് നമുക്കുണ്ടാകാൻ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഒരു ശരീരം അതനുസരിച്ചിട്ടാണ് കിട്ടാൻ പോകുന്നത്.
നമ്മൾ പൂച്ചയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, വീട്ടിലൊരു പൂച്ചക്കുട്ടി ഉണ്ടെങ്കിൽ പൂച്ചയെക്കുറിച്ചും നായയുണ്ട് വീട്ടിൽ, അതിനെ നമ്മൾ പരിപാലിച്ച് അതിൻ്റെ കൂടെ എപ്പോഴും ഇരുന്ന് നമ്മൾ അതായത് ഭഗവാന്റെ ചിന്തകൾ വരുന്നതിന് പകരം പൂച്ചയുടെയും നായയുടെയും ചിന്ത വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് അങ്ങനെ ചിലപ്പോൾ ഒരുപക്ഷെ പൂച്ചയോ നായയോ ആയി മാറുന്നു. അല്ലെങ്കിൽ കൂടുതൽ പൂച്ചയും നായുമായിട്ട് ഇടപഴകാനുള്ള അവസരം നമുക്ക് തരുന്നു. എന്ത് ശരീരമാണെന്ന് നമുക്കറിയില്ല. അതേപോലെ എന്താണെങ്കിലും ഇത് ഭഗവാൻ പറയുന്ന വാക്കുകളാണ്, നമ്മൾ ഭാവനയിൽ പറയുന്ന കാര്യങ്ങളല്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണോ നമ്മുടെ ചിന്ത, അതേപോലെ തന്നെ അതേ സമയത്ത് നമ്മൾ ഭഗവാനെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മരണസമയത്ത് നമുക്ക് വരുവാണെങ്കിൽ അദ്ദേഹം പറയുന്നു, എൻ്റെ അടുത്തേക്ക് വന്നിരിക്കും അങ്ങനെയുള്ളവർ. അതായത് ആധ്യാത്മിക ലോകത്തിലേക്ക്, എൻ്റെ അടുത്തേക്ക്, എൻ്റെ വീട്ടിലേക്ക്, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും വീടെന്ന് പറയുന്നത് ഭഗവാന്റെ വീട് തന്നെയാണ്. അവിടേക്ക് നമ്മൾ പോകുമെന്ന് ഉറപ്പ് ഭഗവാനാണ് പറയുന്നത്, നമ്മൾ വെറുതെ പറയുന്നതല്ല. സോ അങ്ങനെ ഒരു ചിന്ത, അല്ലെങ്കിൽ മരണസമയത്ത് നമുക്കങ്ങനെ ചിന്ത വരണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അവസാന സമയത്ത് നമ്മൾ വിചാരിക്കും, ഓക്കെ എല്ലാം കഴിഞ്ഞു, മരിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് പ്ലാൻ ചെയ്ത് അവസാനം വരെ നമ്മൾ നീട്ടിവെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കില്ല, നമ്മൾ അങ്ങനെ മരിക്കുന്നു. നേരെ മറിച്ച് നമ്മൾ ചെറുപ്പം മുതലേ, അല്ലെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയം മുതലേ നമ്മൾ ഭഗവാനെക്കുറിച്ച് ചിന്തിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്ത് ഭക്തി സേവനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവസാന സമയത്ത് ഭഗവാനെ ഓർമ്മ വരും. നമ്മളെപ്പോഴും പറയാറുണ്ട് അല്ലേ, നമ്മൾ ശീലിക്കുന്നതാണ് ചൊട്ടയിലെ ശീലം ചുടല വരെ. നമ്മൾ ശീലിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അത് നമ്മുടെ സ്വഭാവമായി മാറുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പ്രഹ്ലാദ് മഹാരാജ് ഭാഗവതത്തിൽ പറയുന്നത്, കൗമാരം ആചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാൻ ഇഹ ദുർലഭം മാനുഷം ജന്മം. അദ്ദേഹം പറയുന്നു, ദുർലഭമാണ് മനുഷ്യജന്മം. അതുകൊണ്ട് കൗമാരപ്രായത്തിൽ തന്നെ ഭക്തിയുത സേവനങ്ങൾ നമ്മൾ പരിശീലിച്ചു തുടങ്ങണം. കൗമാരപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വയസ്സ് ആണ് പറയുന്നത്. കൗമാരപ്രായം 5 വയസ്സ് മുതൽ നമ്മൾ ഭക്തി തുടങ്ങണം എന്നാണ് പറയുന്നത്. അല്ലാതെ 65 വയസ്സ് കഴിഞ്ഞിട്ടല്ല നമ്മൾ തുടങ്ങേണ്ടത്. ഇത് പ്രഹ്ലാദിൻ്റെ നിർദ്ദേശമാണ്, ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ശ്രീമദ് ഭാഗവതത്തിലുള്ളതാണ്. അപ്പോൾ 5 വയസ്സ് മുതൽ തുടങ്ങാൻ പറ്റിയിട്ടുള്ളവർ മഹാഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെ ഭക്തരായിട്ടുള്ള മാതാപിതാക്കളുടെ മക്കളായി ജനിക്കുന്നവർ ചെറുപ്പം മുതലേ അവർക്ക് കൗമാരപ്രായത്തിൽ തന്നെ അവർക്ക് അവസരം കിട്ടുന്നു. എന്നാൽ നമ്മളെപ്പോലുള്ള പലവർക്കും അതിന് ചാൻസ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോഴായിരിക്കും നമുക്കൊരു അവസരം കിട്ടുന്നത്. സാരമില്ല, കൗമാരപ്രായത്തിൽ തുടങ്ങാൻ സാധിച്ചില്ലെങ്കിലും സാരമില്ല. എപ്പോഴാണോ നമ്മളിതിലേക്ക് വന്നത്, എന്ന് മുതൽ നമ്മളിത് കേട്ടു തുടങ്ങി, അന്ന് മുതൽ നമ്മൾ ഫോളോ ചെയ്യുക, അന്ന് മുതൽ നമ്മൾ പരിശീലിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇത് ശാശ്വതമായിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്. സാധാരണ കാര്യമല്ല. ഇവിടുത്തെ ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത്, അതായത് എത്ര കോടി വേണമെങ്കിൽ പറയാം, 100 കോടി, 200 കോടി, 500 കോടി, 1000 കോടി ലോട്ടറി അടിച്ചു എന്ന് വയ്ക്കുക. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആ 1000 കോടി അടിച്ചു കഴിഞ്ഞാൽ എത്രമാത്രം ടെൻഷൻ ഉണ്ടാവും ആ വ്യക്തിക്ക്. ഈ പൈസ കൊണ്ട് എന്ത് ചെയ്യണം അറിയില്ല. ഇനി ഈ പൈസ നമ്മൾക്ക് ലോട്ടറി എങ്ങാനും വന്നു കഴിഞ്ഞാൽ 100 ബാങ്കിൻ്റെ ആൾക്കാർ വരും, 100 ഇൻഷുറൻസിൻ്റെ ആൾക്കാർ വരും, 100 അല്ല 1000കണക്കിന് പല ആളുകളും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നു. പലരും ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. പിന്നെ ടെൻഷനായി, ഇത് എന്ത് ചെയ്യും, ഇത് എവിടെ കൊണ്ട് വെക്കും, എങ്ങനെയാണ് ഇതിന് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ ചിന്ത ടെൻഷനായി, അവിടെയും പ്രശ്നമായി. അപ്പോൾ പൈസ കിട്ടിയിട്ടും കാര്യമില്ല, അതിനെ ശരിയായിട്ട് ഉപയോഗിക്കാൻ സാധിക്കില്ല, എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഈ ലോട്ടറി അടിച്ച് അടുത്ത ദിവസം മരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വല്ല പ്രയോജനമുണ്ടോ ലോട്ടറി കൊണ്ട്? അല്ലെങ്കിൽ പോട്ടെ, ലോട്ടറി അടിച്ചു എന്ന് അറിഞ്ഞ ആ ഷോക്കിൽ മരിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഭഗവാന് കിട്ടും എന്നാണോ വിചാരിക്കുന്നത്? നമ്മൾ ഇവിടെ തന്നെ ഈ ഒരു മനുഷ്യജന്മം വീണ്ടും കിട്ടുമെന്ന് തന്നെ അറിയില്ല. സോ ലോട്ടറിയോ പൈസയോ
പേരോ പ്രശസ്തിയോ ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ഇതൊന്നും നമുക്ക് വേണ്ട. കാര്യം ഇതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളേ അല്ല. ശാശ്വതമായിട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഭക്തി മാത്രമാണ്. ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധം മാത്രമാണ് എന്നും എപ്പോഴും നിലനിൽക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളും നമ്മൾ അവസാനിപ്പിക്കേണ്ടി വരും മരണത്തോടുകൂടി. ആ ശാശ്വതമായിട്ടുള്ള ബന്ധം നമ്മൾ മറക്കുന്നു, അതാണ് പ്രശ്നം. അപ്പോൾ ആ ഒരു ബന്ധത്തെ നമ്മൾ തിരിച്ച്, ആ ബന്ധം ഉണ്ട് നമുക്ക്, ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ നമുക്കുണ്ട്, ഇല്ലാത്തതല്ല. നിത്യസിദ്ധ കൃഷ്ണ പ്രേമ സാധു കബുനായ് ശ്രവണാദി ചിത്തഹയത്തെ കരയെ ഉദയ. ശാസ്ത്രങ്ങളിൽ പറയുന്നു നിത്യസിദ്ധമാണ് കൃഷ്ണപ്രേമം. അതായത് നമ്മുടെ ഹൃദയത്തിൽ ഓൾറെഡി ഉണ്ട് ഭഗവാനോടുള്ള പ്രേമം, ഭക്തി ഓൾറെഡി ഉണ്ട്. പക്ഷെ അത് ഉറങ്ങിക്കിടക്കുവാണെന്ന് മാത്രം. കാര്യം ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ ഇവിടെ ഈ ഭൗതിക ലോകത്തിൽ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇന്ദ്രിയ സുഖഭോഗങ്ങളുടെ പുറകിൽ ഓടി 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 ഭഗവാനെ മറന്നു. അപ്പോൾ അതുകൊണ്ട് ആ നിത്യസിദ്ധമായിട്ടുള്ള ആ സ്നേഹം, പ്രേമം, ഭഗവാനോടുള്ള ഭക്തി മൂടിയിരിക്കുന്നു. ഒരുപാട് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും എന്താ പറയുക, പല പല ആഗ്രഹങ്ങളും അല്ലെങ്കിൽ പല പല സ്വഭാവങ്ങളോടും കൂടി മോശമായിട്ടുള്ളത്, അതെല്ലാം കൂടി അത് മൂടിയിരിക്കുകയാണ്, അനർത്ഥങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വലിയൊരു പ്രോസസ്സാണ്. പൊടി തട്ടിയെടുക്കണം, അല്ലേ? അടച്ചു കിടക്കുന്നൊരു വീട്, ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം അടഞ്ഞു കിടക്കുന്നൊരു വീടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ പിന്നീട് ആ വീട്ടിലേക്ക് കടക്കുമ്പോൾ, വീട് വാതിൽ തുറക്കുമ്പോഴും അവിടെ മുഴുവനും മാറാമ്പില, പൊടി, അപ്പം നമ്മളത് തുറക്കുമ്പോഴേ ചുമച്ചു കൊടുക്കും, അല്ലേ? അപ്പോൾ നമ്മൾ അത് കണ്ട്, പൊടി കണ്ടു, എല്ലാം മഹാമോശമായിട്ട് ഇരിക്കുകയാണ്. ഇനി നമ്മൾ ഓക്കെ അതങ്ങനെ തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു പോവുകയാണെങ്കിൽ എന്താണ് അവസ്ഥ? പിന്നെ ആ വീട്ടിലേക്ക് പിന്നെ പോകാൻ സാധിക്കുമോ? പിന്നെ ഓരോ ദിവസം കഴിയുമ്പോഴും മോശമാവും, കൂടുതൽ മോശമാവുകയേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ബുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ആ വീട് നമ്മുടെ ആണെങ്കിൽ നമുക്ക് അവിടെ താമസിക്കണമെങ്കിൽ അത് വൃത്തിയാക്കണം. വൃത്തിയാക്കാതെ അവിടെ താമസിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് പണിയെടുക്കേണ്ടി വരും, അല്ലേ? നമുക്കപ്പോൾ മാറാമ്പിൽ അടിക്കാനുള്ള കോല്, എന്താ പറയുക, അതിന് വടി വേണം. അതേപോലെ അടിച്ചു വാരാനുള്ള ചൂലും, പൊടി പറക്കാനുള്ള ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം വേണം നമുക്ക്. ക്ലീനിങ്ങിനുള്ള എല്ലാ സാധനവും, തുടയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വേണം, അല്ലേ? ഇതെല്ലാം നമ്മൾ റെഡിയാക്കി നമ്മൾ കൊണ്ടുവരുന്നു. എന്നിട്ട് പടിപടിയായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ക്ലീനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലേ? എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുമോ? അതുമില്ല. നമുക്ക് പതുക്കെ പതുക്കെ ചെയ്യണം. ഓരോ സ്ഥലത്തുനിന്ന് ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചൂലെടുത്ത് അടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പെട്ടെന്ന് പൊടിയെല്ലാം പറക്കുന്നു. അപ്പോൾ ആ പൊടി പറക്കുമ്പോൾ നമ്മൾ ചുമയ്ക്കുന്നു, ഈ പണി എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ് നിർത്തി പോവുകയാണെങ്കിൽ അതോടെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ വീട് ഒരിക്കലും ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് ആ ഒരു പൊടി താൽക്കാലികമായിട്ട് ആ സമയത്ത്, അടിക്കുന്ന സമയത്ത് അത് പറക്കുന്നതാണ്. നമുക്കറിയാം അടിച്ചില്ലെങ്കിൽ ഇതിനും കൂടുതൽ മോശമാവും. സോ അതേപോലെ അഴുക്ക് നിറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ് മുഴുവനും. ഭഗവാന്റെ ചിന്തകളൊന്നുമില്ല. സിനിമയും സീരിയലും ടി വിയും മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ. അതിലുള്ള ക്യാരക്ടേഴ്സും അതിലുള്ള കാര്യങ്ങൾ, ഭാവനയിലുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കറിയില്ല. ഈ ചിന്തകളൊക്കെ നമ്മൾ വെച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെ അന്തകാലേച്ച മാം ഏവ സ്മരൺ മുക്ത്വ കലേവരം, ഭഗവാൻ പറയുന്ന ശ്ലോകം, നമ്മൾ എങ്ങനെ ഭഗവാനെ ചിന്തിക്കാൻ സാധിക്കും? ഒരു കാരണവശാലും സാധിക്കില്ല, അല്ലേ? സോ നമ്മുടെ ഓരോരുത്തരുടെയും നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്, മനുഷ്യരുടെ കർത്തവ്യമാണ്. മനുഷ്യജന്മം തന്നിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ടാണ്. ഈ പൊടിയെല്ലാം തട്ടിയെടുത്ത് നമുക്ക് നമ്മൾ ആ പഴയ അല്ലെങ്കിൽ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ, ആ സ്നേഹത്തെ, പ്രേമത്തെ, ഭക്തിയെ നമ്മൾ വീണ്ടെടുക്കണം. ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സാണ്, നമ്മൾ ആ പ്രോസസ്സിലേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ചെയ്യുവാൻ ശ്രമിക്കുന്നത് അതാണ് ആക്ച്വലി. അപ്പോൾ ആ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ശ്രവണാദി ചിത്തഹയത്തെ കരയെ ഉദയേ. അതായത് ശ്രവണത്തിലൂടെ, ശ്രവണാദി എന്നാണ് പറയുന്നത്. അത് ശ്രവണം എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ച് ശ്രവിക്കുക? ശ്രവണം എന്ന് പറഞ്ഞാൽ കേൾക്കുക. എന്തിനെക്കുറിച്ച്? ആരെക്കുറിച്ച്? ഭഗവാനെക്കുറിച്ച്. ഭഗവാനെക്കുറിച്ച് കേൾക്കുമ്പോൾ
ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോൾ ശ്രവണാദി എന്ന് പറഞ്ഞാൽ ശ്രവണം എക്സിട്ര, നമ്മൾ പറയില്ല ഇംഗ്ലീഷിൽ എക്സിട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ വേറെ കാര്യങ്ങളും ഉണ്ട്, അതിൻ്റെ പുറകിൽ വേറെ കാര്യങ്ങളും. അപ്പോൾ ശ്രവണാദി എന്ന് പറഞ്ഞാൽ ശ്രവണമായി, കീർത്തനമായി, അതായത് ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നു, ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നു, അതേപോലെ കീർത്തനം ചൊല്ലുന്നു, സ്തുതിക്കുന്നു ഭഗവാനെ. ഇതെല്ലാം ചെയ്യുമ്പോഴാണ് ആ നിത്യസിദ്ധമായിട്ടുള്ള കൃഷ്ണഭക്തി കരയെ ഉദായേ, അത് ഉദിക്കുന്നു, വീണ്ടും ഉദിക്കുന്നു എന്നാണ് പറയുന്നത് ഓട്ടോമാറ്റിക്കലി. സോ അതിനുള്ളൊരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള കൃഷ്ണപ്രേമത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഇവിടെ. ഞാനടക്കം നമ്മളെല്ലാവരും ഒരേ വഞ്ചിയിൽ സഞ്ചരിക്കുന്നവരാണ്. നമ്മുടെ ലക്ഷ്യം ഭഗവാനാണ്, നമ്മുടെ ലക്ഷ്യം ഗുരുവായൂരപ്പനാണ്. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ താമസിക്കുന്നുണ്ട്, ശരി, അമ്പലത്തിനടുത്ത്. ആ ഗുരുവായൂരപ്പന് ശരിക്കും ആധ്യാത്മിക ലോകത്തിലൊരു വീടുണ്ട്, ഒരു സ്ഥലമുണ്ട്. അവിടെ കൃഷ്ണൻ ഒരുപാട് ലീലകൾ കളിച്ച് നടക്കുന്നു. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ ഓരോ ദിവസവും അലങ്കാരം നമുക്കറിയാം, എത്ര ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ ലീലകൾ, കൃഷ്ണൻ്റെ ഓരോ ലീലകൾ അനുസരിച്ചിട്ടാണ് അലങ്കാരങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ലീലകളൊക്കെ നമ്മൾ അലങ്കാരത്തിൽ ഗുരുവായൂരപ്പനെ കാണുമ്പോൾ തന്നെ എത്ര ആനന്ദമാണ് നമുക്ക് കിട്ടുന്നത്, ഹൃദയത്തിൽ എത്ര സന്തോഷമാണ് കിട്ടുന്നത്. കാണുമ്പോൾ ആ ശ്രീമൂർത്തി വിഗ്രഹത്തെ കാണുമ്പോഴേ നമുക്ക് സന്തോഷവും ആനന്ദവും കിട്ടുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ വ്യക്തിയെ നമ്മൾ നേരിട്ട് കാണുന്നു, മാത്രമല്ല ആ കാണുന്ന ലീലയിൽ നമ്മൾ നേരിട്ട് പങ്കെടുക്കുന്നു. അങ്ങനെയാണെങ്കിലോ ഭഗവാൻ കൃഷ്ണൻ പശുവുമായിട്ട് പശുവിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു അലങ്കാരമാണെന്ന് വെക്കുക, കൂടെ ഉടക്കുകളുമുണ്ട്. ഈ ഒരു രൂപം നമ്മൾ ആ ഗുരുവായൂരപ്പൻ്റെ ശ്രീമൂർത്തി വിഗ്രഹം അമ്പലത്തിൽ കാണുമ്പോഴേ നമുക്ക് സന്തോഷമാണ്, ആനന്ദമാണ്, അല്ലേ? നേരിട്ട് കാണാൻ സാധിക്കുമെങ്കിലോ? നേരിട്ട് കാണാൻ സാധിക്കുമോ? സാധിക്കും. അതാണ് ഇപ്പോൾ ഗുരുവായൂരപ്പൻ പറയുന്നത്. ഇവിടെ അമ്പലം എന്തിനാണ് നമുക്കുള്ളത്? ഗുരുവായൂർ അമ്പലം അല്ലെങ്കിൽ ഏത് അമ്പലം വേണമെങ്കിൽ എടുക്കൂ. എന്തിനാണ് അമ്പലം ഉള്ളത്? ആരാധനാലയം, അല്ലേ? ആരാധന ചെയ്യുവാനുള്ള സ്ഥലമാണ്. ആക്ച്വലി നമ്മളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ഭഗവാൻ ഇവിടെ. അതായത് ഇവിടെയുള്ള സമയത്ത് അമ്പലത്തിൽ വന്ന് ആരാധനയൊക്കെ ചെയ്യുക, എന്നെ ആരാധിക്കൂ, നാമം ജപിക്കൂ, എന്നെക്കുറിച്ച് കേൾക്കൂ. അങ്ങനെ എന്നോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരൂ. നിങ്ങളുടെ ആഗ്രഹം വർദ്ധിക്കട്ടെ, എന്നെ നേരിട്ട് കാണാനുള്ള ആഗ്രഹം നിങ്ങൾക്ക് വരട്ടെ. അതിനു വേണ്ടിയിട്ടാണ് അമ്പലത്തിലെ ശ്രീമൂർത്തി വിഗ്രഹമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് നമ്മുടെ മുമ്പിൽ. അത് വെറുമൊരു വിഗ്രഹമല്ല, വെറുമൊരു മൂർത്തി എന്ന് നമുക്ക് വിളിച്ച് അല്ലെങ്കിൽ ഒരു ബിംബം എന്ന് വിളിച്ച് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് അത്, ഗുരുവായൂരപ്പൻ തന്നെയാണ്. നമ്മളെ വിളിക്കുകയാണ്. ഇവിടെ വന്ന് അദ്ദേഹം ഈ അമ്പലത്തിലെ ശ്രീമൂർത്തി വിഗ്രഹമായിട്ട് നമ്മളെ ക്ഷണിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ലോകത്തിലേക്ക്, ആധ്യാത്മിക ലോകത്തിലേക്ക്, നമ്മൾ ഓരോരുത്തരെയും. അതിനുള്ള വഴി അദ്ദേഹം പറഞ്ഞു തരുന്നു. അപ്പോൾ ഭഗവാൻ അങ്ങനെ വന്നു. അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ മാത്രം നമുക്ക് സന്തോഷം കണ്ടാൽ, ദർശനം കിട്ടിയാൽ മാത്രമല്ല സന്തോഷം വേണ്ടത്. നമുക്ക് എപ്പോഴും ആനന്ദം ഉള്ളിൽ വേണം. ആ ഭക്തി ഉള്ളിൽ നമുക്ക് കൊണ്ടുവരണം. ആ ഭക്തി നമ്മൾ ഉള്ള ഭക്തി ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അഴുക്ക് വന്നിരിക്കുന്ന, അഴുക്ക് കൊണ്ട് മൂടി ഇരിക്കുന്ന ആ ഭക്തിയെ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. മനുഷ്യജന്മത്തിൻ്റെ ഉദ്ദേശം അതാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഭഗവത്ഗീത എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ തിരുമുഖത്തിൽ നിന്നിട്ടുള്ള വചനങ്ങൾ, അതേപോലെ ശ്രീമദ് ഭാഗവതം, ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ, ഇതെല്ലാം നമ്മൾ കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. അതേപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭഗവാന്റെ നാമം ജപിക്കുക എന്നുള്ളത്. കലികാലത്തിൽ നമ്മുടെ ധർമ്മം, കലികാലെ നാമരൂപേ കൃഷ്ണ അവതാർ. കലികാലത്തിൽ ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുന്നത് നാമരൂപത്തിലും ശ്രീമദ് ഭാഗവത രൂപത്തിലും ഒക്കെയാണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം പഠിക്കുക, ഭഗവത്ഗീത പഠിക്കുക, കേൾക്കുക, ശ്ലോകങ്ങൾ കണ്ഠസ്ഥമാക്കാൻ സാധിക്കുമെങ്കിൽ കണ്ഠസ്ഥമാക്കുക, ഭഗവാന്റെ മുമ്പിൽ അത് ചൊല്ലുക. അതേപോലെ തന്നെ അതിൽ പറയുന്ന തത്വങ്ങളൊക്കെ പഠിക്കുക, ജീവിതത്തിൽ ആചരിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക. ഇത്രയും ചെയ്താൽ മതി നമുക്ക് ഈ ജന്മത്തിൽ തന്നെ, ഈ ജന്മം അതായത് നമ്മൾ നമ്മുടെ മരണത്തോടുകൂടി നമുക്ക് ഭഗവത് ചിന്തകളും നമുക്ക് വരുന്നു. ഭഗവാന്റെ ആ ലോകത്തേക്ക്, ഗുരുവായൂരപ്പൻ്റെ ശരിക്കുമുള്ള ഗുരുവായൂരിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഭൗതിക ലോകത്തിൽ ഈ ഭൗമ ഗുരുവായൂരിലാണ് നമ്മളിരിക്കുന്നത്, നമ്മൾ പോകുന്ന ഗുരുവായൂർ. എന്നാൽ ശരിക്കും അവിടെ ഗുരുവായൂരപ്പൻ ഇരിക്കുന്ന സ്ഥലമുണ്ട്.
ആധ്യാത്മിക ലോകത്തിൽ, അത് ഈ ഭൗതിക ലോകത്തിലേ അല്ല. അവിടെ അത് വൈകുണ്ഠമാണ്, കൃഷ്ണലോകമാണ്. അവിടെ ഒരു ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒന്നുമില്ല. സന്തോഷവും ആനന്ദവും മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്തേക്കാണ് കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ നമ്മളെ ക്ഷണിക്കുന്നത്. ഇപ്പം ക്ഷണമുണ്ട് ഭഗവാന്റെ. ഭഗവാൻ 2 കൈ നീട്ടി സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുവാണ്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല എന്ന് മാത്രം. മടി കാരണം സത്സംഗത്തിൽ പങ്കെടുക്കാൻ സമയമില്ല. 1 മണിക്കൂർ ബോറിംഗ് ആണ്, ഇനി എന്തും ചെയ്യാനാണ്, എനിക്ക് അതിനും ഭേദം സിനിമ കണ്ടാൽ പോരെ, കുറച്ച് ചിരിക്കാനുണ്ടാവും. ഇവിടെ ചിരിക്കാനും ആനന്ദിക്കാനും ഒരുപാട് വിഷയങ്ങളുണ്ട്. ശരിക്കും നമ്മളതിനെ വേണ്ട രീതിയിൽ സീരിയസ് ആയിട്ട് എടുത്താൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ആനന്ദം വേറെ എവിടെയും കിട്ടില്ല. ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നു കൂട്ടിക്കോളൂ. എവിടെയും കിട്ടാത്ത ആനന്ദമാണ് ഭക്തിയിൽ നമുക്ക് കിട്ടുന്നത്, തീർച്ചയായിട്ടും. കാര്യം അത് നമ്മുടെ ഹൃദയത്തിലുള്ള ശാശ്വതമായിട്ടുള്ളൊരു കാര്യമാണ്, ആർട്ടിഫിഷ്യൽ കാര്യമേ അല്ല. അപ്പോൾ അതൊന്ന് പുറത്തേക്ക് വരുവാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നിനും സ്വാദം ഉണ്ടാവില്ല. ഭക്തിക്ക് മാത്രമേ സ്വാദം ഉണ്ടാവുള്ളൂ. ഇതാണ് ഇങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്തുക എന്നുള്ളത്, എത്തിക്കഴിയുക എന്നുള്ളത് ഒരു മനുഷ്യജന്മത്തിൻ്റെ സാക്ഷാത്കാരമാണ് ശരിക്കും. സോ അതിനുള്ള ശ്രമമാണ് നമ്മൾ ഓരോരുത്തരും നടത്തുന്നത്. അതുകൊണ്ട് വളരെ ഉത്സാഹത്തോടു കൂടി നമ്മൾ ഓരോരുത്തരും ഈ ഒരു യജ്ഞത്തിൽ, ഇതൊരു യജ്ഞമാണ് ശരിക്കും. ഇതൊരു യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു യജ്ഞമാണ്. യജ്ഞം എന്ന് പറയാം, തപസ്യ എന്ന് വിളിക്കാം. നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനും ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുവാനും നാമം ജപിക്കുവാനും ഒക്കെ അതിലേക്ക് എത്തുവാൻ വേണ്ടി നമ്മൾ സമയം മാറ്റിവെച്ച്, വിലപ്പെട്ട സമയം മാറ്റിവെച്ച് നമ്മൾ ഇരിക്കുന്നു. ഈ ഒരു യജ്ഞത്തിൽ ഉത്സാഹത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും പങ്കെടുത്തു കഴിഞ്ഞാൽ അതിനുള്ള റിസൾട്ട് എന്തായിരിക്കും? ഭഗവത് സാക്ഷാത്കാരം. അതാണ് നമുക്ക് വേണ്ടതും. അത് നടക്കും തീർച്ചയായിട്ടും. സോ തിരിച്ച് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭഗവത്ഗീതയുടെ തുടക്കം, ഭഗവത്ഗീത ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഭഗവത്ഗീത മാത്രമല്ല, എല്ലാ ശാസ്ത്രങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കഥ, ഈ ഒരു സീരീസ് ഓഫ് സത്സംഗത്തിനെ നമ്മൾ വിളിക്കുന്നത് കൃഷ്ണ കഥാമൃതം എന്നാണ്. അപ്പോൾ ഇവിടെ ഭഗവത്ഗീത മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്, ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യുന്നു, മറ്റുള്ള പുരാണങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളും കഥകളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ശ്രീമദ് ഭഗവത്ഗീതയുടെ പ്രാധാന്യം. നമ്മൾ പറഞ്ഞു 700 ശ്ലോകങ്ങളാണ് ഭഗവത്ഗീതയിലുള്ളത്. 574 ശ്ലോകങ്ങൾ ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് പറയുന്നതാണ്. അർജുനൻ 84 ശ്ലോകങ്ങൾ പറയുന്നു. 41 ശ്ലോകങ്ങൾ സഞ്ജയൻ, അതേപോലെ ധൃതരാഷ്ട്രൻ 1 ശ്ലോകം. ഇതൊരു ചെറിയൊരു ക്ലാസിഫിക്കേഷൻ മനസ്സിലാക്കുക, അത്രയേ ഉള്ളൂ. ഇതിലെ 700 ശ്ലോകങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവില്ല. അത് നമ്മൾ വേറെ ഒരുപാട് ക്ലാസ്സസ് നടക്കുന്നുണ്ട്. സോ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ശ്ലോകം ബൈ ശ്ലോകം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട തത്വങ്ങൾ പറയുന്ന ശ്ലോകങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് അതിലെ പ്രധാനപ്പെട്ട തത്വങ്ങൾ പഠിക്കുവാൻ, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ലീലകൾ ഭഗവാന്റെ നമ്മൾ കാണുന്നു അല്ലെങ്കിൽ പഠിക്കുന്നു. അപ്പോൾ ഭഗവത്ഗീതയിൽ 5 തത്വങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഈശ്വരനെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ച്, ജീവതത്വം, അതായത് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, കാലം, കർമ്മം, 5 കാര്യങ്ങൾ, 5 വിഷയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആരാണ് ഭഗവാൻ? പരമദിവ്യോത്തമ പുരുഷൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു ആണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റുള്ള ദേവീ ദേവന്മാരൊക്കെ ഭഗവാന്റെ കീഴിൽ വരുന്ന ആളുകളാണ്. ഭഗവാൻ കൃഷ്ണനാണ് അല്ലെങ്കിൽ വിഷ്ണുവാണ്, നാരായണനാണ് പരമദിവ്യോത്തമ പുരുഷൻ. കൃഷ്ണനാണ്, നാരായണനും വിഷ്ണുവൊക്കെ ഒരേ തത്വം തന്നെയാണ്. അവരുടെ ഭാവത്തിലും അവരുടെ ലീലകളിലും വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. തത്വം ഒന്ന് തന്നെ. അപ്പോൾ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നുള്ളത് ഭഗവത്ഗീതയിൽ സ്ഥാപിക്കുന്നുണ്ട്. ഒരുപാട് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അഹം സർവസ്യ പ്രഭവ മതഃ സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം. അങ്ങനെ ഒരു ശ്ലോകം വരുന്നു 10:8. അഹം സർവസ്യ പ്രഭവോ. അദ്ദേഹം പറയുന്നു എല്ലാം എന്നിൽ നിന്നാണ് വരുന്നത്. ആധ്യാത്മിക ലോകമാവട്ടെ, ഭൗതിക ലോകമാവട്ടെ, എന്ത് വേണമെങ്കിലും ആവട്ടെ,
ഞാനാണ്, എന്നിൽ നിന്നാണ് വരുന്നത്. അഹം ബീജ പ്രതാപിത. അദ്ദേഹം പറയുന്നു എല്ലാ സൃഷ്ടിയുടെയും ബീജം കൊടുക്കുന്നത് ഞാനാണ്. മതഃ പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ. 7:7 ഭഗവത്ഗീത പറയുന്നു. അതായത് മതഃ പരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോത്തം സൂത്രേ മണിഗണ ഇവ. അദ്ദേഹം പറയുന്നു, എങ്ങനെയാണോ ഒരു മുത്തുമാലയിൽ, നമ്മൾ മുത്തുമാലയിൽ നല്ല ഭംഗിയുള്ള മുത്തുമാലയെന്ന് വെക്കൂ, ആ മുത്തുമാലകൾ, ആ മുത്ത് വളരെ ഭംഗിയിൽ കോർത്തിരിക്കുന്നു. ആ മാലയായിട്ട് അതിരിക്കാനുള്ള കാരണം എന്താണ്? അകത്തിലൂടെ ഒരു നൂല് പോകുന്നുണ്ട്. ആ നൂലുള്ളത് കൊണ്ടാണ് ആ മുത്തുകളെല്ലാം ഒരുമിച്ചിരിക്കുന്നത്, അല്ലേ? ഇല്ലെങ്കിൽ ആ നൂലില്ലെങ്കിൽ മുത്തുകൾ വേറെയാവുന്നു. അതിനെ മാല എന്ന് വിളിക്കാൻ സാധിക്കുമോ? ഇല്ല. അത് മാലയാവുന്നത് ആ നൂലുള്ളത് കൊണ്ടാണ്. അപ്പോൾ നൂലാണ് അതിൻ്റെ അസ്തിത്വം, അല്ലേ? അതേപോലെ കൃഷ്ണൻ പറയുന്നു, ഇതേ ഉദാഹരണമാണ് ഭഗവാൻ പറയുന്നത്. സൂത്രേ മണിഗണൈവ. അദ്ദേഹം പറയുന്നു മതഃ പരതരം നാന്യത്, ഞാനാണ് എല്ലാത്തിൻ്റെയും അസ്തിത്വം. കൃഷ്ണൻ പറയുന്നു, ഞാനില്ലെങ്കിൽ ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും കൺട്രോളർ, അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും നിയന്ത്രാവ്, അദ്ദേഹമാണ് എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാം അദ്ദേഹത്തിൻ്റെ ശക്തിക്കുള്ളിൽ, അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലാണ് ഉള്ളത്. ആ ഈശ്വര തത്വം, ഭഗവത് തത്വം നമ്മൾ പഠിക്കുന്നു ഭഗവത്ഗീതയിൽ. രണ്ടാമത്തെ ജീവതത്വത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ ഓരോരുത്തരും ആരാണ്? മമേ വംശോ ജീവലോകേ ജീവഭൂത സനാതന. ഭഗവാന്റെ അംശമാണ് നമ്മൾ ഓരോരുത്തരും. ഈ കാണുന്നത് ശരീരം മാത്രമാണ്. നമ്മുടെ ശരിയായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും ജീവാത്മാക്കളാണ് എന്നുള്ള തത്വം വളരെ വിശാലമായിട്ട് ഭഗവാൻ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഈ ആത്മാവ് എന്ന് പറയുന്ന നമ്മുടെ ഓരോരുത്തരും, നമ്മുടെ ഐഡൻറ്റിറ്റി, ഈ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ. ശരീരം നശിക്കുന്നു, ആത്മാവ് വേറെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ വേറെ വേറെ ശരീരം മാറിപ്പോകുന്നു. ചിലപ്പോൾ മനുഷ്യനാവും, ചിലപ്പോൾ മൃഗമാവും, ചിലപ്പോൾ മരമാവും, ചെടിയാവും, അങ്ങനെ. എന്നാൽ ആത്മാവ് നശിക്കില്ല, ശാശ്വതമാണ്. കാര്യം ഭഗവാന്റെ അംശമാണ് ആത്മാവ്. ഈ ശരീരം ഭൗതികമാണ്, എന്നാൽ ആത്മാവ് നിത്യവും ഉള്ളതാണ്, ശാശ്വതമായിട്ടുള്ളതാണ്. ആ തത്വം നമ്മൾ പഠിക്കുന്നു ഭഗവത്ഗീതയിൽ. അതേപോലെ തന്നെ പ്രകൃതി, എന്താണ് പ്രകൃതി? ഈ ഭൗതിക ലോകം എങ്ങനെ സൃഷ്ടിച്ചു? ഈ സൃഷ്ടി എങ്ങനെ നടന്നു? ഈ സൃഷ്ടി എന്തിൻ്റെ ബേസിസിലാണ് ഇതെല്ലാം നടക്കുന്നത്? ചില സമയങ്ങളിൽ നമുക്ക് ചില സ്വഭാവമായിരിക്കും, ചില സമയങ്ങളിൽ വേറെ സ്വഭാവമായിരിക്കും, അല്ലേ? ഇതെല്ലാം നമ്മൾ പഠിക്കുന്നു. അതായത് ത്രിഗുണങ്ങളുടെ കാര്യങ്ങൾ, സത്വഗുണം, രജോഗുണം, തമോഗുണം എന്ന് പറയുന്നതൊക്കെ നമ്മൾ പഠിക്കുന്നു. ഈ ഗുണങ്ങളെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ ഓരോരുത്തരുടെ സ്വഭാവം തന്നെ മാറുന്നു. ചില സമയത്ത് നമ്മൾ വളരെ സൗമ്യനായിട്ടുള്ള വ്യക്തിയായിരിക്കും, ചില സമയത്ത് ദേഷ്യം വരുന്നു, ചില സമയത്ത് നമ്മൾ ആക്രമിക്കുന്നു, അല്ലേ? ഇതെല്ലാം ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതെല്ലാം, ഈ ഗുണങ്ങൾ എങ്ങനെ ഇവിടെ വരുന്നു, അല്ലെങ്കിൽ ഈ ഗുണങ്ങളുടെ അധീനതയിൽ എങ്ങനെയാണ് കാര്യങ്ങൾ? അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കുന്നു നമ്മൾ ഭഗവത്ഗീതയിൽ. പിന്നെ കാലത്തെക്കുറിച്ച് പറയുന്നു. ഭഗവാൻ പറയുന്നു അഹം കാലോസ്മി. എല്ലാം സമയ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. ഈ ഭൗതിക ലോകത്തിൽ എല്ലാം സമയത്തിൻ്റെ ബേസിസിലാണുള്ളത്. സമയമനുസരിച്ച് കാര്യങ്ങൾ മാറുന്നു. നമുക്ക് തന്നെ അറിയാം, സമയമനുസരിച്ച് നമ്മൾ വയസ്സായി വരുന്നു. ഓരോ ദിവസം കഴിയുന്നു, ഓരോ നിമിഷവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത്രയും പോയി. ഓരോ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ ഓരോ വർഷവും പറയുമ്പോഴും അതിൻ്റെ അർത്ഥം ഒരു വർഷം കഴിഞ്ഞു, മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ കാലമാണ് എല്ലാത്തിനെയും, കാലം കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ കാലം ഭഗവാനാണ് എന്നുള്ളതും ഭഗവാൻ പറയുന്നു. പിന്നെ അവസാനത്തെ തത്വം നമ്മൾ പഠിക്കുന്നത് കർമ്മത്തെക്കുറിച്ച്. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും റിയാക്ഷൻ ഉണ്ട് എന്നുള്ളത്, ചെയ്യുന്ന ഓരോ കാര്യത്തിനും തിരിച്ച് റിയാക്ഷൻ ഉണ്ട് എന്നുള്ളത്. ന്യൂട്ടൻ്റെ ലോ നമ്മൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും സ്കൂളിൽ. എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ആക്ച്വലി ഇത് ഭഗവത്ഗീതയിലെ തത്വമാണ്. ന്യൂട്ടൻ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് ഭഗവത്ഗീതയിൽ തത്വമാണ്. കാര്യം ഓരോ കർമ്മത്തിനും റിയാക്ഷൻ ഉണ്ട് എന്നുള്ളത്. എന്നാൽ നമ്മൾ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അതിന് കർമ്മം വരുന്നില്ല, അതിന് റിയാക്ഷൻ വരുന്നില്ല. കാര്യം റിയാക്ഷൻ നമുക്ക് വേണ്ട. ഈ റിയാക്ഷൻ ഉണ്ടെങ്കിൽ വീണ്ടും ഭൗതിക ലോകത്തിൽ ജനിക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ നമ്മുടെ റിയാക്ഷൻസിൻ്റെ ആ ഒരു അക്കൗണ്ട് 0 ആക്കണം, 0 ആക്കണം നമുക്ക്. അതാണ് നമ്മുടെ ലക്ഷ്യം.
അതുകൊണ്ട് ഭഗവത്ഗീതയിൽ നിർദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് കാര്യം വേണമെങ്കിൽ ചെയ്തോളൂ, എല്ലാ കാര്യങ്ങളും, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് സമർപ്പിച്ച് ചെയ്യൂ, അത്ര മാത്രം മതി. അപ്പോൾ അതിന് റിയാക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്നുള്ള ആ പിടിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും, അവസാനം തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് അദ്ദേഹം പറയുന്നു. അപ്പോൾ ഇതെല്ലാം കർമ്മത്തെക്കുറിച്ച്. നമ്മൾ ഈ പറഞ്ഞ 5 ടോപ്പിക്സിൽ നിന്നും ഉള്ള പല കാര്യങ്ങളും നമ്മൾ ഇനിയുള്ള ചർച്ചകളിൽ നമ്മൾക്ക് ഉണ്ടാവും. കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ഇപ്പോൾ ഭഗവത്ഗീത, നമ്മുടെ ആചാര്യൻ ശ്രീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ അദ്ദേഹം ഭഗവത്ഗീതയെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം പറയുന്നു, ഭഗവത്ഗീത നമ്മളൊരു രത്നങ്ങളും അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ വെച്ചിട്ടുള്ള ഒരു ആഭരണ പെട്ടിയായിട്ട് സങ്കല്പിക്കാൻ പറയുന്നു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ ആഭരണ പെട്ടിയുടെ മുകൾ ഭാഗം, അതിൻ്റെ മൂടി, അതിൽ വളരെ വിലപിടിപ്പുള്ള രത്നങ്ങളൊക്കെ പതിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വിലപിടിപ്പുള്ള ആഭരണങ്ങളും രത്നങ്ങളും ഉള്ളത് അകത്താണ്, ആ പെട്ടിയുടെ അകത്താണ്. അതേപോലെ താഴെയും ഒരു കവറുണ്ട്, അല്ല മുകളിലൊരു കവറുണ്ട്, താഴെ ഒരു സപ്പോർട്ടിനുള്ള കവറുണ്ട്, നടുക്ക് അതിനകത്ത് ആഭരണം ഇരിക്കുന്നു, വിലപിടിപ്പുള്ള. ഭഗവത്ഗീത അദ്ദേഹം പറയുന്നു, കർമ്മയോഗം എന്ന് പറയുന്നത് ഈ മുകളിലുള്ള മൂടി പോലെ, അതായത് രത്നങ്ങളൊക്കെ പതിപ്പിച്ചിട്ടുള്ള ആ മൂടി പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഇനി താഴെയുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനയോഗത്തെ ആണ് പറയുന്നത്. അതേപോലെ നടുക്കുള്ള ഏറ്റവും വിലപിടിപ്പുള്ളതാണ് ഭക്തിയെക്കുറിച്ച് പറയുന്നത്. ഭഗവത്ഗീതയുടെ ആദ്യത്തെ 6 അധ്യായങ്ങൾ കർമ്മയോഗത്തെക്കുറിച്ച് പറയുന്നു, അവസാനത്തെ 6 അധ്യായങ്ങൾ ജ്ഞാനയോഗത്തെക്കുറിച്ച് പറയുന്നു, നടുക്കിലുള്ള 6 അധ്യായങ്ങൾ ഭക്തിയോഗത്തെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ പറയുന്നു. അപ്പോൾ എന്താണ് കർമ്മയോഗം? കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മത്തിലൂടെ കർമ്മം ചെയ്തുകൊണ്ട് ഭഗവാനിലേക്ക് എത്തുക, അതിനെ കർമ്മയോഗം എന്ന് പറയുന്നു. ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം നമ്മൾ ശേഖരിച്ച് ജ്ഞാനത്തിലൂടെ നമ്മൾ ഭഗവാനിലേക്ക് എത്തുന്ന വഴിയാണ് ജ്ഞാനയോഗം എന്ന് പറയുന്നത്. ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തിയിലൂടെ നമ്മൾ ഭഗവാനിലേക്ക് എത്തുക എന്നുള്ളത് ഭക്തിയോഗം എന്ന് പറയുന്നു. ഇതിൽ വെച്ച് ഈ കർമ്മയോഗമാവട്ടെ ജ്ഞാനയോഗമാവട്ടെ, ഈ 2 യോഗങ്ങളും എത്തിക്കുന്നത് ഭക്തിയിലേക്കാണ്. ഭഗവാൻ ഇതെല്ലാം പല രീതിയിൽ ഭഗവത്ഗീതയിൽ പറയുന്നു. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കർമ്മയോഗം അദ്ദേഹം അവസാനം പറയും, ഇത് എത്തുന്നത് ഭക്തിയിലേക്ക് തന്നെയാണ്. സോ ഫൈനലി ഏത് പ്രോസസ്സ് ആയിക്കോട്ടെ, കർമ്മയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം ആയിക്കോട്ടെ, ഇതെല്ലാം എത്തുന്നത് ഭക്തിയിലേക്കാണ്. ഭക്തിയാണ് എല്ലാത്തിൻ്റെയും എസെൻസ്. ഇതാണ് ശ്രീമദ് ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത്. ഭഗവത്ഗീതയുടെ അവസാനത്തോടുകൂടി ഭഗവാൻ പറയുന്നത് തന്നെയാണ്, സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. എല്ലാം മറന്നോളൂ, ഒന്നും ഓർമ്മയിലും കുഴപ്പമില്ല, എന്നെ ശരണം പ്രാപിക്കൂ, എന്നെ ആരാധിക്കൂ, എന്നെ ഓർക്കൂ. മൻ മന ഭാവം മത് ഭക്തോ മത് യാജി മാം നമസ്കുരു. അദ്ദേഹം പറയുന്നു, എന്നെ ആരാധിക്കൂ, എന്നെക്കുറിച്ച് ഓർക്കൂ, നിങ്ങളുടെ മനസ്സും ഹൃദയവും എനിക്ക് തരൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം, നിങ്ങളെ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്നുള്ള ഒരു അഷ്യൂറൻസ് അഷ്യൂർ ചെയ്യാണ് കൃഷ്ണൻ. നമുക്ക് വാക്ക് തരുവാണ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ എനിക്ക് തന്നാൽ മതി, ബാക്കി നിങ്ങളുടെ കാര്യം ഞാൻ ഏറ്റു. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മളെ ഭഗവാന് കൊടുക്കാൻ തയ്യാറല്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ കാര്യങ്ങൾ ഭഗവാന് ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിയട്ടെ, നാളെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുകയാണ്. അവസാന സമയത്ത് നമ്മൾ ഭഗവാനെക്കുറിച്ച് ഓർക്കാം, നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഉള്ള സമയത്ത് നമ്മളത് ചെയ്യണം, അല്ലേ? കൃഷ്ണ ത്വദീയ പദ പങ്കജ പാഞ്ചരാന്തം അദ്വൈവ മേ വിശദോ മാനസരാജഹംസാഹ പ്രയാണ സമയേ കപവാതപിത്തൈഹി കണ്ഠാവരോധനവിദോ ശരണം കുതസ്തേ. കുലശേഖര ആൾവാർ പറയുന്നു, അതായത് ഇപ്പോൾ ഈ നിമിഷത്തിൽ ഞാൻ അങ്ങേ ഓർക്കാൻ ശ്രമിക്കട്ടെ, അല്ലെങ്കിൽ ഭക്തിയുത സേവനം ഞാൻ ചെയ്യട്ടെ, എൻ്റെ മനസ്സ് പൂർണ്ണമായിട്ടും അങ്ങയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ഇപ്പോൾ തന്നെ ശ്രമിക്കട്ടെ. കാര്യം ഇപ്പോൾ എനിക്ക് ആരോഗ്യമുണ്ട്, ഇനി
പ്രാണപ്രയാണ സമയം, അതായത് പ്രാണൻ വിടാൻ പോകുന്ന സമയത്ത്, വയസ്സാവുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? കണ്ഠാവരോധനം. ഈ ശബ്ദമൊന്നും പുറത്തു വരില്ല. നമ്മുടെ ശരീരം വളരെയധികം വീക്കായി പോവും. സംസാരിക്കാൻ സാധിക്കില്ല, ഓർമ്മശക്തി ഉണ്ടാവില്ല, നമ്മുടെ ഒരു അവയവങ്ങളും വർക്ക് ചെയ്യില്ല, മെമ്മറി ഉണ്ടാവില്ല, ചിലപ്പോൾ നാമം ജപിക്കാൻ സാധിക്കില്ല, ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കറിയില്ല എന്തായി സംഭവിക്കുക. പ്രായമായി കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ കുലശേഖര ആൾവാർ പറയുകയാണ്, അവസാനം വരെയൊന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കില്ല. കാര്യം എനിക്കറിയാം ആ അവസാനത്തേക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ തൊണ്ടയിൽ നിന്ന് ശബ്ദം പോലും, അങ്ങയുടെ നാമം ജപിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ വരും. കപവാത പിത്തമൊക്കെ എന്നെ ഉപദ്രവിക്കും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷത്തിൽ ഞാൻ എൻ്റെ മനസ്സും ഹൃദയവും അങ്ങേക്ക് ഞാൻ തരുന്നു. അതായത് അദ്ദേഹം പറയുന്നു, ഈ ഒരു നിമിഷം മുതലേ ഞാൻ ആഗ്രഹിക്കുകയാണ്, ആത്മാർത്ഥമായിട്ട് ഭക്തി സേവനങ്ങൾ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കും, ഞാൻ ചെയ്യുന്നു. ഇതാണ് ഞാൻ അവസാനത്തേക്ക് ഞാൻ മാറ്റിവെക്കുന്നില്ല. അപ്പോൾ കുലശേഖര ആൾവാർ നമ്മൾക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. ശുദ്ധഭക്തനാണ് അദ്ദേഹം. അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് ഭഗവാന്റെ നാമം ജപിക്കൂ. അതേപോലെ തന്നെ ഭഗവാനെക്കുറിച്ച് കേട്ടു ഭഗവാനിലേക്ക് നമ്മൾ കൂടുതൽ ആകർഷിതനാവൂ. അപ്പം എന്ത് നാമം ജപിക്കണം എന്നുള്ളത് ഉപനിഷത്തുകളിൽ, പുരാണങ്ങളിൽ പറയുന്നു. കലികാലത്തിൽ നാമം ജപിക്കേണ്ടത് ഹരിനാമമാണ്. ഹരിനാമം ആണ്. കലേർ ദോഷ നിദേരാജൻ അസ്തിഹി ഏകോൻ മഹാഗുണ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. കൃഷ്ണകീർത്തനത്തിലൂടെ, കൃഷ്ണനാമത്തിലൂടെ മുക്തി നമുക്ക് കിട്ടുമെന്ന് ഭാഗവതം പറയുന്നു. കലി സന്തരണ ഉപനിഷത്തും പറയുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ഇതി ഷോഡശകം നാംനം കലി കൽമഷനാശനം നാഥ പരതര ഉപായ സർവവേദേഷു ദൃശ്യതേ. ഈ 16 അക്ഷരങ്ങളുള്ള ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് കലിയുഗത്തിലെ ഒരേ ഒരു മാർഗം. കലിയുഗത്തിലുള്ള നമ്മളെപ്പോലുള്ള ആളുകൾക്ക് രക്ഷപ്പെടാൻ, ഭഗവാന്റെ അടുത്തേക്ക് എത്തുവാൻ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഗുരുവായൂരപ്പൻ്റെ ലോകത്തിലേക്ക് പോയി ഗുരുവായൂരപ്പൻ്റെ കൂടെ ലീലകളിൽ പങ്കെടുക്കാനുള്ള ഒരേ ഒരു മാർഗം ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് എന്ന് കലി സന്തരണ ഉപനിഷത്ത്. കലി സന്തരണ ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലിയുഗത്തിൽ നിന്ന് എങ്ങനെ തരണം ചെയ്യാമെന്ന് പറഞ്ഞ് പ്രതിപാദിച്ചിട്ടുള്ള ആ ഉപനിഷത്ത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഉപനിഷത്താണ്. കലിയുഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറയുന്ന ഉപനിഷത്താണ്. അതിലെടുത്ത് പറയുന്നു ഹരേകൃഷ്ണ മഹാമന്ത്രം. പിന്നെ നമുക്ക് ഇതുപോലെ ഒരുപാട് റെഫറൻസ് ഉണ്ട്. ഹരേർ നാമ ഏവ ഈ കേവലം കലൗ നാസ്തിയേവ ഗതിർ അന്യത. വേറൊരു ഗതിയില്ല, വേറൊരു വഴിയില്ല എന്ന് പറയുന്നു ഹരിനാമം അല്ലാതെ. ഹരിനാമം നമ്മുടെ ആദ്യത്തെ പ്രയോറിറ്റി. രണ്ടാമത്, കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ശാസ്ത്രങ്ങൾ പഠിക്കുക, ഭഗവത്ഗീത ഭാഗവതം നമ്മൾ പഠിക്കുക. ഇതായിരിക്കണം നമ്മുടെ ദിനചര്യ. അപ്പോൾ നമ്മുടെ ഓരോ 24 മണിക്കൂറിലും ഇതിനു വേണ്ടി സമയം കണ്ടെത്തണം. നാമജപത്തിന് സമയം വേണം. ഭഗവാനെക്കുറിച്ച് ഭഗവത്ഗീത ഭാഗവതം പഠിക്കാനുള്ളൊരു സമയം മാറ്റിവെക്കുക. ഇത്രയും ചെയ്യുക. ബാക്കി വീട്ടിലെ കാര്യങ്ങളും ചെയ്യുക. ഒരു പ്രശ്നവുമില്ല. അത് മാറ്റിവെച്ചിട്ട് ചെയ്യുക എന്നുള്ളതല്ല, അത് ചെയ്യണം. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യണം. കുട്ടികളെ നോക്കാനുള്ളത്, അച്ഛനമ്മയെ നോക്കാനുള്ളത്, ജോലിക്ക് പോകുന്നവർ ജോലിക്ക് പോവുക, ഇതൊക്കെ ചെയ്യുക. ഒരു പ്രശ്നവുമില്ല. എന്നാൽ ഇതെല്ലാം ഭഗവത് സേവനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. ചെയ്യുന്ന സർവീസസ് എല്ലാം, ചെയ്യുന്ന സേവനങ്ങളെല്ലാം ഇത് ഭഗവാന് വേണ്ടി ഞാൻ ചെയ്യുന്നു. ഭഗവാനാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫാമിലി ലൈഫ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് ഭഗവാനൊരു സേവനമായിട്ട് ഞാൻ ഇതെടുക്കുന്നു. അതുകൊണ്ട് അത് ഞാൻ നന്നായി ചെയ്യുന്നു. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എല്ലാ മേഖലയിലും എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഭഗവത് ചിന്ത വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ബോധം നമുക്ക് വരുവാണെങ്കിൽ. ഈ ഒരു ബോധത്തെയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടതും നമ്മൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടതും. അതുകൂടാതെ കുറച്ച് സമയം എക്സ്ക്ലൂസീവ്ലി വേറെ ഒന്നും ചെയ്യാതെ നാമത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കുക. അതേപോലെ സത്സംഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ഭഗവത്ഗീത ഭാഗവത പഠനം, പാരായണത്തിന് വേണ്ടി മാറ്റിവെക്കുക. കൂട്ടത്തിൽ ബാക്കി ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുക. 24 മണിക്കൂറുണ്ട് നമ്മുടെ കയ്യിൽ. 24 മണിക്കൂറിനെ നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതൊക്കെ സാധിക്കും. സാധിക്കാത്ത കാര്യമല്ല. അതിൻ്റെ ഇടയിൽ 3-4 മണിക്കൂർ സിനിമയ്ക്ക് പോയി കഴിഞ്ഞാൽ 4 മണിക്കൂർ അവിടെ പോയി. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ
സമയമില്ലാത്ത കുറവില്ല, എങ്ങനെ നമ്മൾ സമയത്തെ വിനിയോഗിക്കും എന്നുള്ളതാണ് പോയിന്റ്. സോ ഇനി അപ്പോൾ ഈ പറഞ്ഞ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കുക, എന്നിട്ട് മുന്നോട്ട് പോകുക. നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ശ്രീമദ് ഭഗവത്ഗീതയെക്കുറിച്ച് പറയുവാണെങ്കിൽ, നമ്മൾ ഭഗവത്ഗീത കേൾക്കുന്നത് ഒരുപാട് മഹത്വമാണ്. ഭഗവത്ഗീത ഓരോ ശ്ലോകങ്ങൾ വായിക്കുന്നത് ഒരുപാട് ശക്തിയുണ്ട് അതിന്. പത്മപുരാണത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ഭഗവത്ഗീതയുടെ പ്രാധാന്യം. അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം വായിച്ചാൽ, അല്ലെങ്കിൽ ശ്ലോകങ്ങളിലും വായിച്ചാൽ മതി എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഇപ്പോൾ പത്മപുരാണത്തിൽ വ്യാസദേവൻ എഴുതുന്നു, മഹാദേവനും പാർവതി ദേവിയും തമ്മിലുള്ള ഒരു സംവാദമാണ് പറയുന്നത്. ഒരു ദിവസം പാർവതി ദേവി ചോദിക്കുകയാണ് മഹാദേവനോട്, എന്താണ് മനുഷ്യർ, അതായത് ഭൗതിക ലോകത്തിലുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം, അവരെന്താണ് ആരാധിക്കേണ്ടത്, ആരെയാണ് ആരാധിക്കേണ്ടത്? അപ്പോൾ മഹാദേവൻ പറയുവാണ്, ആരാധനാനം സർവേഷാം വിഷ്ണുർ ആരാധനം പരം. ആരാധനകളിൽ വെച്ച് ഏറ്റവും ഉന്നതമായിട്ടുള്ള, അല്ലെങ്കിൽ ആരാധിക്കേണ്ടത് വിഷ്ണുവിനെയാണ്, കൃഷ്ണനെയാണ്, നാരായണനെയാണ് എന്ന് പറയുന്നു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാനൊരു കഥ പറയാം, നിനക്കൊരു കഥ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുവാണ് പാർവതി ദേവിയോട്. അപ്പോൾ മഹാദേവൻ പറയുന്നു, ഭഗവാൻ ശിവൻ പറയുന്നു, ഒരു ദിവസം വിഷ്ണു അദ്ദേഹം ആനന്ദശേഷൻ്റെ മുകളിൽ ഇങ്ങനെ യോഗനിദ്രയിലാണ്. ആ സമയത്ത് ലക്ഷ്മി ദേവി കാലെല്ലാം മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം യോഗനിദ്രയിൽ ഇങ്ങനെ കണ്ണടച്ച് ചെറിയൊരു പുഞ്ചിരിയോട് കൂടിയാണ് കിടക്കുന്നത്. ഇത് കണ്ട് ലക്ഷ്മി ദേവി ചോദിച്ചു, അങ്ങ് എന്താണ് ചിരിക്കുന്നത്, എന്താലോചിച്ചിട്ടാണ് ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ വിഷ്ണു പറഞ്ഞു, ഞാനൊരു കാര്യം ആലോചിക്കുകയായിരുന്നു. ഈ ഭൗതിക ലോകം സൃഷ്ടി എല്ലാം ചെയ്തിട്ടുള്ളത് നിനക്കറിയാലോ, ഞാനാണ് എന്നുള്ളത്. ഇതെല്ലാം ചെയ്തു, ഇതിൽ എൻ്റെ ശക്തിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. ആളുകൾ എന്തൊക്കെയോ പല കാര്യങ്ങളും ചെയ്യുന്നു, എന്നെ മറന്ന് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പലവരും ഈ ഭൗതിക ലോകത്തിലെ, അല്ലെങ്കിൽ ഭഗവാന്റെ ബഹിരാംഗ ശക്തിയായിട്ടുള്ള മായാശക്തിയിൽ പെട്ട് വലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ആലോചിച്ച് എനിക്ക് വിഷമവുമുണ്ട്. അതേപോലെ തന്നെ ഞാൻ ആലോചിക്കുമായിരുന്നു, എല്ലാവരെയും ഒന്ന് രക്ഷിക്കുകയും വേണം, എല്ലാവരെയും ഉദ്ധരിക്കണം, എല്ലാവരെയും ഭഗവാൻ എന്നെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അവരെല്ലാവരും എന്നെ മറന്നിരിക്കുന്നു, ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരാഗ്രഹവും എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ലക്ഷ്മി ദേവി പറഞ്ഞു, അങ്ങ് പരമദിവ്യതമ പുരുഷനല്ലേ, അങ്ങ് ഭഗവാനാണല്ലോ, അങ്ങേക്ക് സാധിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്താണുള്ളത്? അങ്ങയുടെ ശക്തികൾക്ക് തന്നെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഭഗവാൻ വിഷ്ണു പറഞ്ഞു, ഞാൻ ഇതിനുള്ള മാർഗവും ആക്ച്വലി കണ്ടിട്ടുണ്ട്, ഇതിനുള്ള മാർഗമുണ്ട്. കാര്യം ആളുകളെ ഈ ഭൗതിക ലോകത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുത്തി ആധ്യാത്മിക ലോകത്തിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗവും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മി ദേവി ചോദിച്ചു, അതെന്താണ് അങ്ങ് അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള മാർഗം എന്താണ്? ഈ കോൺവെർസേഷൻ നടക്കുന്നത് പാർവതി ദേവിയും ശിവനും തമ്മിലുള്ളതാണ്, അത് നമ്മൾ മറക്കരുത്. ആ സമയത്ത് ഭഗവാൻ വിഷ്ണു പറഞ്ഞു, ഈ ലോകം, അതായത് ഭൗതിക ലോകത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും, പിന്നെ ജീവാത്മാക്കൾ ആരാണെന്നും ഭഗവാൻ ആരാണെന്നും എന്നെക്കുറിച്ചും, വിഷ്ണു പറയുന്നു എന്നെക്കുറിച്ചും, അതേപോലെ തന്നെ ഈ ഭൗതിക ലോകത്തിൽ കർമ്മങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, സമയത്തിൻ്റെ പ്രഭാവം എന്താണ്, നമ്മൾ പറഞ്ഞ 5 തത്വങ്ങൾ, നേരത്തെ പറഞ്ഞ 5 തത്വങ്ങൾ, ഇതിനെ എല്ലാത്തിനെയും കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ലക്ഷ്മി ദേവി ചോദിച്ചു, എവിടെയാണ് അത് പറയുന്നത്? അപ്പോൾ ഭഗവാൻ വിഷ്ണു നേരിട്ട് പറയുകയാണ്, ശ്രീമദ് ഭഗവത്ഗീതയിൽ ഈ ഒരു ജ്ഞാനം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇത് ഞാൻ നേരിട്ട് തന്നെ പറയുന്നതാണ് ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ ലക്ഷ്മി ദേവി പറഞ്ഞു, ഈ ഭഗവത്ഗീത വായിക്കുന്നവർക്ക്, പഠിക്കുന്നവർക്ക് അപ്പോൾ എന്തായിരിക്കും ആ റിസൾട്ട് കിട്ടാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ വിഷ്ണു പറയുന്നു, ഈ ഭഗവത്ഗീത എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ തന്നെയാണ്. അദ്ദേഹം പറയുക അതിൽ 18 അധ്യായങ്ങളുണ്ട്. 18 അധ്യായത്തിലെ ആദ്യത്തെ 5 അധ്യായങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ ശിരസ്സാണ്.
പിന്നീടുള്ള 10 അധ്യായങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ കൈകളാണ്. അതേപോലെ 16-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് എൻ്റെ ഉദരമാണ്. അവസാനത്തെ 2 അധ്യായം എൻ്റെ തൃപ്പാദങ്ങളാണ്. അങ്ങനെ 18 അധ്യായങ്ങൾ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവത്ഗീത ഭഗവാന്റെ സ്വരൂപമാണ് എന്ന് ഭഗവാൻ വിഷ്ണു പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഭഗവത്ഗീതയിലെ ഒരു അധ്യായമോ അല്ലെങ്കിൽ ഒരു അധ്യായത്തിലെ ഒരു ശ്ലോകമോ, ഇനി അത് പോട്ടെ ഒരു ശ്ലോകത്തിൻ്റെ പകുതിയോ, ഇനി അതും പോട്ടെ ഒരു ശ്ലോകത്തിൻ്റെ കാൽഭാഗമോ ചൊല്ലുകയാണെങ്കിൽ, പഠിക്കുകയാണെങ്കിൽ അവർക്ക് സുശർമ്മന് കിട്ടിയ പോലെ ആ ഒരു പൊസിഷൻ അവർക്ക് കിട്ടും. സുശർമ്മന് സംഭവിച്ച പോലെ അവർക്കും സംഭവിക്കും. ഇത്രയും പറഞ്ഞു. അപ്പോൾ ലക്ഷ്മി ദേവി ചോദിച്ചു, സുശർമ്മനോ? അതാരാണ്? സുശർമ്മനെ കുറിച്ച് പറഞ്ഞു തരൂ. അപ്പോൾ ഭഗവാൻ വിഷ്ണു പിന്നെ തുടരുകയാണ്. അദ്ദേഹം പറഞ്ഞു, ലക്ഷ്മി ദേവിയോട് പറയുവാണ്, സുശർമ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു. പക്ഷേ വളരെ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം വളരെ തലതിരിഞ്ഞ വ്യക്തിയായിരുന്നു. വേദശാസ്ത്രങ്ങളൊന്നും പഠിക്കില്ല, വായിച്ചിട്ടില്ല, തെറ്റുകൾ മാത്രം, പാപങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു പാപിയായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു പ്രാവശ്യം പോലും എൻ്റെ നാമം ജപിച്ചിട്ടില്ല. വിഷ്ണു പറയുവാണ്. മാത്രമല്ല മറ്റുള്ളവരെ വേദനിപ്പിക്കും, ബുദ്ധിമുട്ടിക്കും. അങ്ങനെ എല്ലാവരെയും വേദനിപ്പിച്ച് നടക്കുന്ന ഒരു ക്രൂരനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ സുശർമ്മൻ എന്ന് പറഞ്ഞു. ഇനി ആ സുശർമ്മൻ്റെ ജീവിതം എങ്ങനെയാണ്, സുശർമ്മൻ ജീവിച്ചിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പല സ്ഥലങ്ങളിലും പോയിട്ട് പല ടൈപ്പ് ഓഫ് ഇലകളെല്ലാം ശേഖരിച്ച് ആ ഇലകൾ കൊണ്ട് കച്ചവടം, ആ ഇലകൾ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നു. അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുവാണെങ്കിൽ അതാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആ പൈസ കൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? മദ്യം കുടിക്കുന്നു, അതേപോലെ മത്സ്യമാംസം കഴിക്കുന്നു. അങ്ങനെയാണ് ആ സുശർമ്മൻ ജീവിച്ചത്. ബ്രാഹ്മണനാണ്, എന്ത് ചെയ്യാം, ഇങ്ങനെ തലതിരിഞ്ഞ ഒരാളായിരുന്നു എന്ന് ലക്ഷ്മി ദേവിയോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട് ലക്ഷ്മി ദേവി വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് ഇരിക്കുകയാണ്. ഇനി ബാക്കി എന്താണ്, ഇനി എന്ത് സംഭവിച്ചു, സുശർമ്മൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് വിഷ്ണു പറയും, ഭഗവാൻ പറയും, ഒരു ദിവസം അതേപോലെ ഈ ഇലകൾ ശേഖരിക്കാൻ വേണ്ടി ഒരു സാധുവിൻ്റെ ആശ്രമത്തിലേക്ക് പോവുകയാണ്. ആ സമയത്ത് നിർഭാഗ്യവശാൽ ഒരു പാമ്പ് വരുന്നു, പാമ്പ് കടിക്കുന്നു, സുശർമ്മൻ മരിക്കുന്നു. സുശർമ്മൻ മരിച്ച ഉടനെ തന്നെ ആ നിമിഷത്തിൽ യമദൂതന്മാർ വന്നു. യമദൂതന്മാർ വന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി യമരാജൻ്റെ അടുത്തേക്ക്. അതിനു മുമ്പ് യമരാജൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഓൾറെഡി അദ്ദേഹത്തിനുള്ള നരകങ്ങൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം അത്രമാത്രം പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഏത് നരകത്തിലേക്ക് പോകും എന്നുള്ളത് എല്ലാം തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ, ഒരുപാട് കാലങ്ങൾ അദ്ദേഹം പല പല നരകങ്ങളിലും ദുരിതം അനുഭവിക്കേണ്ടി വന്നു. കാര്യം അത്രയും മാത്രം തെറ്റുകൾ ചെയ്തിട്ടുണ്ട് സുശർമ്മൻ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ്, നരകത്തിലെ യാതനകളെല്ലാം കഴിഞ്ഞ് അതെല്ലാം അനുഭവിച്ചതിന് ശേഷം അവസാനം കുറേ കഴിഞ്ഞ് അദ്ദേഹത്തിന് പിന്നെ ആക്ച്വലി ഭാഗവത്തിൽ പറയുന്നുണ്ട്, നമ്മൾ നരകത്തിലേക്ക് പോകുമ്പോൾ അവിടെ പോയി അനുഭവിക്കാനുള്ള ഒരു ശരീരം നമുക്ക് ടെമ്പററി ആയിട്ട് കിട്ടും. യാതന ശരീരം, ആ ശരീരം ടെമ്പററിയാണ്, താൽക്കാലികമായ ശരീരമാണ്. കാര്യം ഈ വേദനകൾ, നരകത്തിലെ വേദനകൾ, ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി മാത്രം നമുക്ക് കിട്ടുന്ന ശരീരമാണ്. ആ ശരീരത്തിൻ്റെ പ്രത്യേകത എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ, കഴുത്ത് മുറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് പുറത്തു വീഴും, ശരീരത്തിൽ കൈ മുറിച്ച കൈയും പോവും, പക്ഷെ നമ്മൾ മരിക്കില്ല, വേദന അനുഭവിക്കേണ്ടി വരും. അങ്ങനെയുള്ള ശരീരമാണത്. അപ്പോൾ ഈ നരകങ്ങളിലൊക്കെ പോയി ശിക്ഷ അനുഭവിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള നരകങ്ങൾ ഉണ്ടോ? ഉണ്ട്. ശ്രീമദ് ഭാഗവതം ക്ലിയറായിട്ട് പറയുന്നു ഇതെല്ലാം ഉള്ളതാണ്. സോ തെറ്റുകൾ അനുസരിച്ച് നമ്മൾ അവിടേക്ക് പോകും. അതുകൊണ്ടാണ് പറയുന്നത് തെറ്റുകൾ ചെയ്യരുത് എന്നുള്ളത്. പക്ഷേ സുശർമ്മൻ എന്ത് സംഭവിച്ചു? ഈ യാതനകളെല്ലാം അനുഭവിച്ചു. ആ കാലം കഴിഞ്ഞ് പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ആ ഒരു സമയമുണ്ട്, ഒരു സമയം വരെ നമ്മൾ ഈ നരകത്തിലൊക്കെ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരും. അതിനുശേഷം നമ്മൾ തിരിച്ചു യമരാജൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് പിന്നീട് യമരാജൻ ഡിസൈഡ് ചെയ്യും നമുക്ക് എന്ത് ശരീരമാണ് കിട്ടേണ്ടത്. പിന്നെ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ശരീരം കിട്ടും. ചിലപ്പോൾ
നമ്മുടെ കർമ്മം അനുസരിച്ച് എന്താണോ ബാക്കിയുള്ളത് അതനുസരിച്ച്. ഇവിടെ സുഷർമന് കിട്ടുന്ന ശരീരം ഒരു കാളയുടെ ശരീരമാണ്. യമരാജൻ പറഞ്ഞു ഇതെല്ലാം അനുഭവിച്ചു, ഇനി ഒരു കാളയുടെ ശരീരം കൊടുത്തു. ഈ കാളയായിട്ട് അദ്ദേഹം ജനിച്ചു. കാളയെ ഒരു എന്താ പറയുക, കുറച്ച് തലയ്ക്ക് അസുഖമുള്ള ഒരാൾ ഈ കാളയെ വാങ്ങിച്ചു. അതായത് അയാൾ ബിസിനസ്സുകാരനാണ്, പക്ഷേ ആ വ്യക്തി കാളയെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും. അതായത് അതിനെ കൊണ്ട് കഴിയാൻ പറ്റുന്നേക്കാൾ കൂടുതൽ പണിയെടുപ്പിക്കും. അങ്ങനെയുള്ള ഒരാളുടെ കയ്യിലാണ് ഈ കാള വന്ന് വിടുന്നത്, സുഷർമൻ വരുന്നത്. 7-8 വർഷങ്ങൾ ആ വ്യക്തിയുടെ കൂടെ ഉണ്ടായിരുന്നു. പണിയോട് പണി മാത്രം. എന്നും എപ്പോഴും പണി മാത്രം. കാലത്തും രാത്രിയും എന്നില്ല, ഫുൾ ടൈം ഈ കാളയ്ക്ക് വേറെ ഒന്നിനും സമയമില്ല, പണി മാത്രമേ ഉള്ളൂ. 7-8 വർഷം പണിയെടുത്തു. അവസാനം എന്ത് സംഭവിക്കുന്നു? ഒരു ദിവസം അദ്ദേഹം രാത്രിയും പകലും ഇല്ലാതെ പണിയെടുത്ത് ഇരിക്കുന്ന സമയത്ത് വയ്യാതെയായി ഈ കാളയ്ക്ക്. ഒരു ദിവസം കാള ബോധം കെട്ട് വീഴുന്നു. ഈ ബോധം കെട്ട് വീഴുന്ന സമയത്ത് ഇതൊരു മാർക്കറ്റിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അവിടെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ അറിയാം, ഈ വ്യക്തിയെയും അറിയാം, കാളയെയും അറിയാം. എന്നും കാണുന്നതാണ്, നല്ലോണം പണിയെടുക്കുന്ന കാളയാണ്. പക്ഷെ അന്ന് അതിന് വയ്യാതെയായിട്ട് വീണപ്പോൾ എല്ലാവർക്കും ഒരു സഹതാപം തോന്നി. കുറേ ആളുകൾ കൂടി അവിടെ. ആളുകൾ കാളയുടെ അവസ്ഥ കണ്ട് പലവർക്കും വിഷമം തോന്നി. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പുണ്യാത്മാവ്, ഒരു നല്ലൊരു വ്യക്തി, അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നി, പാവം കാള, ഒരു കാര്യം ചെയ്യാം, എൻ്റെ കുറച്ച് സുകൃതി ഞാൻ ഈ കാളയ്ക്ക് കൊടുക്കട്ടെ. അങ്ങനെ കാളയ്ക്ക് ആ സുകൃതി കുറച്ച് കാളയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ കാളയ്ക്ക് ആ ജീവൻ തിരിച്ചു കിട്ടും. ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഒരു നല്ലൊരു ആള് പറഞ്ഞു, ഞാൻ എൻ്റെ കുറച്ച് സുകൃതി ഞാൻ ഈ കാളയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അത് സമർപ്പിച്ചു. അങ്ങനെ 1, 2, 3 പല ആളുകളും വന്നു മുന്നോട്ട്. കാളയുടെ അവസ്ഥ കണ്ട് ഒരാൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർ വേറെ ആൾക്കാരും ചെയ്തു. ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒരു വേശ്യ സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വേശ്യ സ്ത്രീയും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പല ആളുകളും വന്ന് കാളയ്ക്ക് വേണ്ടി അവരുടെ പുണ്യത്തെ സമർപ്പിക്കുന്നത്. വേശ്യ സ്ത്രീ ചിന്തിക്കുകയാണ്, ഞാൻ വല്ല പുണ്യങ്ങളും ചെയ്തിട്ടുണ്ടോ, എനിക്ക് വല്ല പുണ്യമുണ്ടോ, എനിക്ക് അറിയ തന്നെ ഇല്ല പുണ്യം ഉണ്ടോ എന്നുള്ളത്. എൻ്റെ പുണ്യം എന്താണെന്ന് ഞാൻ അങ്ങനെ നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല, ഇനി ഉണ്ടാവോ അറിയില്ല. എന്തായാലും ഈ സ്ത്രീ വിചാരിച്ചു, ശരി ഞാനും എൻ്റെ പുണ്യം കൊടുക്കട്ടെ ഈ കാളയ്ക്ക് എന്ന് മനസ്സിൽ വിചാരിച്ചു. പുണ്യം ഉണ്ടോ ഇല്ലയെന്ന് അവർക്ക് അറിയില്ല, പക്ഷേ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അവർ പറയുകയും ചെയ്തു, സമർപ്പിച്ചു എല്ലാവരുടെ മുമ്പിലും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. പക്ഷേ എന്ത് സംഭവിച്ചു? കാള തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ല. ആക്ച്വലി അതോടുകൂടി കാള മരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വയ്യാതെ കാള മരിക്കുന്നു. കാള മരിച്ചതിന് ശേഷം കാളയുടെ ശരീരത്തിലുള്ള ആത്മാവിനെ യമരാജൻ്റെ അടുത്തേക്ക് വീണ്ടും കൊണ്ടുപോയി. ആ സമയത്ത് യമരാജൻ ഇദ്ദേഹത്തെ കണ്ട്, ഈ വ്യക്തിയെ കണ്ട് സ്വീകരിച്ചു. കഴുത്തിലൊരു മാലയൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാ പാപങ്ങളും പോയി കഴിഞ്ഞു. അവിടെ നിങ്ങൾ കാളയായിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മരണസമയത്ത് അവിടെ ഒരു വേശ്യാസ്ത്രീ ഉണ്ടായിരുന്നു. ആ വേശ്യാസ്ത്രീ അവരുടെ സുകൃതി നിങ്ങൾക്ക് തന്നു. ആ സുകൃതി കാരണം നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങളുടെ എല്ലാ പാപങ്ങളും പോയി എന്ന് പറഞ്ഞു. സുഷർമന് ഇതൊന്നും മനസ്സിലായില്ല, അദ്ദേഹത്തിനൊന്നും അറിയില്ല. അങ്ങനെ ശരി, അത് കേട്ടു. എന്നിട്ട് യമരാജൻ പറഞ്ഞു, ശരി, ഇനി നിനക്ക് കിട്ടാൻ പോകുന്ന ശരീരം ഉന്നത ഒരു ബ്രാഹ്മണ കുലത്തിൽ നിനക്ക് ജനിക്കാനുള്ള അവസരം ഞാൻ തരുവാണ്. നിന്റെ അടുത്ത ജന്മം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഉടനെ തന്നെ ഉന്നത ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജന്മം കൊടുത്തു. ആ ബ്രാഹ്മണ കുലത്തിൽ ഇദ്ദേഹം ജനിച്ചപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ ചെയ്ത തെറ്റുകളും കാര്യങ്ങളൊക്കെ. വേറെ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, അതായത് ഞാൻ കാളയായിരുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ ഈ ഒരു വേശ്യാസ്ത്രീയുടെ പുണ്യം സുകൃതി എനിക്ക് തന്നതുകൊണ്ടാണ് ഈ പാപങ്ങളൊക്കെ പോയത് എന്നുള്ളതൊക്കെ ആൾക്ക് ഓർമ്മ വന്നു. ഇതെല്ലാം ഓർമ്മ വന്നപ്പോൾ ഈ ഇദ്ദേഹത്തിന് ഓർമ്മ വന്നു. ഇദ്ദേഹത്തിന് ആഗ്രഹമായി ആ സ്ത്രീയെ എങ്ങനെയും കണ്ടുപിടിച്ച് ചോദിക്കണം, എന്ത് പുണ്യമാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ
കാര്യം ഇതെല്ലാം കാളയായി ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരു ബ്രാഹ്മണന്റെ കുലത്തിൽ ജനിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ എപ്പോഴും ഉണ്ട്, സ്ത്രീ പോയിട്ടില്ല. സോ അതേ സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം വരുന്നത്. അങ്ങനെ ഈ വ്യക്തി ഈ സ്ത്രീയെ അന്വേഷിച്ച് നടക്കുവാണ്. എവിടെ കണ്ടുപിടിക്കും? അങ്ങനെ കുറേ നടന്ന് കുറേ ആളുകളോട് ചോദിച്ചു. കാര്യം അദ്ദേഹത്തിന് പൂർവ്വജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മയുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഏകദേശം സ്ഥലങ്ങളൊക്കെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ആളുകളോടൊക്കെ ചോദിച്ച് അവസാനം ഈ സ്ത്രീയുടെ അടുത്ത് അദ്ദേഹം എത്തി. എന്നിട്ട് ഈ സ്ത്രീയോട് ചോദിച്ചു, ആദ്യം തന്നെ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വളരെ പ്രാർത്ഥനാ മനോഭാവത്തോടു കൂടി പറഞ്ഞു, നിങ്ങളുടെ സുകൃതിയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളുടെ ഈ ഒരു പുണ്യ പ്രവൃത്തിക്ക് ഞാൻ എങ്ങനെ ഇതിന് നന്ദി, അല്ലെങ്കിൽ എന്ത് തിരിച്ചു തരുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് നന്ദി രേഖപ്പെടുത്തി. കൂട്ടത്തിൽ ചോദിച്ചു വളരെ ആകാംക്ഷയോടുകൂടി, ആക്ച്വലി എന്ത് സുകൃതിയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? എനിക്കൊന്ന് അത് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ പ്രത്യേകിച്ച് ചെയ്തതായിട്ടൊന്നും എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഒരു കാര്യം മാത്രം ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ വീട്ടിലൊരു തത്തയുണ്ട്. ആ തത്ത എല്ലാ ദിവസവും എന്തോ മന്ത്രം പോലെ എന്തോ ചൊല്ലുന്നത് കാണാം. എനിക്കറിയില്ല എന്താ തത്ത ചൊല്ലുന്നത് എന്താണെന്ന് തന്നെ അറിയില്ല. ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല പാട്ടും അല്ലെങ്കിൽ ഇത് പക്ഷെ പാട്ട് പോലെയൊന്നും തോന്നുന്നില്ല. എന്തോ വേദങ്ങളിൽ പറയുന്നതോ ശാസ്ത്രത്തിൽ പറയുന്നതോ എന്തോ അങ്ങനെയാണെന്ന് തോന്നുന്നു. എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. എന്തായാലും കുറച്ച് ശ്ലോകങ്ങൾ പോലെ എന്തൊക്കെയോ പാടുന്നത് കേൾക്കാം, ചൊല്ലുന്നത് കേൾക്കാം ഈ തത്ത പറയുന്നത് എന്ന് ഈ സ്ത്രീ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹമായി തത്തയെ കാണണം എന്നുള്ളത്. ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് കാണാൻ സാധിക്കുമോ? അപ്പോൾ ഇദ്ദേഹം അടുത്ത് പോയി. അപ്പോൾ ഈ സ്ത്രീ ഇവർ രണ്ടുപേരും കൂടെ തത്തയോട് സംസാരിക്കുവാണ് ആക്ച്വലി. അപ്പോൾ ആ സമയത്ത് തത്ത ഉത്തരം പറയുവാണ്. തത്ത ആക്ച്വലി ആ സമയത്ത് എന്താണ് ചൊല്ലുന്നത് എന്നുള്ളത് പറയുന്നേക്കാൾ മുമ്പ് തത്തയോട് ഇവർ ചോദിക്കുന്നു, നിങ്ങൾ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ തത്ത ഉത്തരം പറയുവാണ്, ആക്ച്വലി ഞാൻ ഒരു ബ്രാഹ്മണനായിരുന്നു. ഇനി തത്തയുടെ ഹിസ്റ്ററി പറയുവാണ്. തത്ത പറയുകയാണ്, ഞാനൊരു ബ്രാഹ്മണനായിരുന്നു, പക്ഷേ ഭയങ്കര അഹങ്കാരമായിരുന്നു എനിക്ക് ഒരുപാട് അഹങ്കാരം ഉണ്ടായിരുന്നു. ഞാൻ പല ആളുകളെയും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, ഇൻസൾട്ട് ചെയ്യാറുണ്ട്. പലവരോടും എനിക്ക് അസൂയായിരുന്നു. അങ്ങനെ ആ ഒരു അഹങ്കാരവും അസൂയൊക്കെ ഉള്ള ഒരു ബ്രാഹ്മണനായിരുന്നു ഞാൻ. അങ്ങനെ അവസാനം മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? എനിക്കും നരകത്തിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ നരകത്തിൽ പോയി ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു എനിക്കും. ഞാൻ ഒരുപാട് അനുഭവിച്ചു. അവസാനം എല്ലാം കഴിഞ്ഞ് യമരാജൻ എനിക്ക് തത്തയുടെ ശരീരം തന്നു, ഇദ്ദേഹം പറയുക. അപ്പോൾ ഇതെല്ലാം കേട്ട് ഇവർ ആകാംക്ഷയോട് കൂടി ഇരിക്കുകയാണ്, ബ്രാഹ്മണനും ഈ സ്ത്രീയും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പക്ഷേ എൻ്റെ പാപങ്ങൾ കൂടുതലായതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയും മരിച്ചു. തത്തയായിരിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും പോയി. അവസാനം ഞാൻ ഒറ്റയ്ക്കായി, കുട്ടിയായിരുന്നു ആ സമയത്ത്. എങ്ങനെയോ ആളുകൾക്ക് എന്നെ വഴിയിൽ നിന്ന് കിട്ടി. എന്നിട്ട് അവിടെ കുറച്ച് സാധുക്കൾ ഉണ്ടായിരുന്നു. ആ സാധുക്കൾ എന്നെ കണ്ട് എന്നെ കൊണ്ടുപോയി അവരുടെ ആശ്രമത്തിൽ കൊണ്ടുവന്നു. അവിടെ ഒരു കൂട്ടിൽ എന്നെ വെച്ചു. അങ്ങനെ ഞാൻ ആ ആശ്രമത്തിലായി, സാധുക്കളുടെ ആശ്രമത്തിൽ ഞാൻ വന്നു. ആ ആശ്രമത്തിൽ എല്ലാ ദിവസവും കുറേ കുട്ടികൾ വന്ന് ഈ സാധുക്കളിൽ നിന്ന് ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാറുണ്ട്. അവരെ എന്നും ശ്രീമദ് ഭഗവത്ഗീത അവിടെ ചൊല്ലാറുണ്ട്. ഈ തത്ത പറയുവാണ്, എല്ലാ ദിവസവും അവർ ഭഗവത്ഗീത ചൊല്ലുന്നു. ഇപ്പോൾ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ഞാൻ എന്നും കേൾക്കുമായിരുന്നു. കാര്യം കുട്ടികൾ അവിടെ ഇത് ചൊല്ലുമ്പോൾ ഞാൻ കൂട്ടിലിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ എന്നും ചൊല്ലി എനിക്കത് കാണാപ്പാടമായി. അപ്പോൾ ഈ തത്ത എന്നും ചൊല്ലുന്നുണ്ടായിരുന്നത്, ഈ സ്ത്രീ കേട്ടത് ഭഗവത്ഗീതയാണ്. ആക്ച്വലി ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളാണ്. അങ്ങനെ തത്ത പറയുവാണ്, അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞ് അവിടെ ആ ആശ്രമത്തിൽ, സാധുക്കളുടെ ആശ്രമത്തിൽ ഒരു കള്ളൻ കയറി. ആ കള്ളൻ കയറി ഈ തത്തയെ മോഷ്ടിച്ചു. വേറെ ഒന്നും കിട്ടിയില്ല അദ്ദേഹത്തിന്. കിട്ടിയത് തത്തയാണ്. തത്തയെ മോഷ്ടിച്ചു. അങ്ങനെ തത്തയെ മോഷ്ടിച്ച് മാർക്കറ്റിൽ കൊണ്ടുവന്നു. മാർക്കറ്റിൽ കൊണ്ടുവന്നപ്പോൾ അവിടെ വെച്ച് ഈ സ്ത്രീ വാങ്ങിച്ചു ഈ തത്തയെ കൂടോടുകൂടി. അങ്ങനെ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് തത്ത വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ തത്ത പറഞ്ഞു, ഞാൻ ഈ ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളാണ് ചൊല്ലുന്നുണ്ടായിരുന്നത്. ഈ സ്ത്രീക്ക് ഇതൊന്നും അറിയില്ല.
അപ്പോൾ ഇത് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ കേട്ട് എന്ത് സംഭവിച്ചു? ശ്ലോകം ഭഗവത്ഗീതയിലാണ് എന്ന് പോലും അറിയാതെ കേട്ടത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? ആ വേശ്യാസ്ത്രീക്ക് പുണ്യം കിട്ടുന്നു, സുകൃതി കിട്ടുന്നു. അത് അവര് ശുദ്ധമായി, മാത്രമല്ല അവർ ആ മോശമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവർ ശുദ്ധമാവുന്നു, കൂട്ടത്തിൽ സുകൃതിയും കിട്ടുന്നു. ആ സുകൃതിയുടെ കുറച്ച് ഭാഗം സുഷർമനും കിട്ടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, തത്തയ്ക്ക് കിട്ടി സുകൃതി സാധുക്കളിൽ നിന്ന്. ആ സുകൃതി തത്ത ചൊല്ലുന്നു ശ്ലോകങ്ങൾ കേട്ട ആ വേശ്യസ്ത്രീ ശുദ്ധമാവുന്നു. അവരുടെ സുകൃതി സുഷർമൻ ഉപയോഗിക്കുന്നു, സുഷർമൻ ശുദ്ധനാവുന്നു, സുഷർമന് ബ്രാഹ്മണ കുലത്തിൽ ജനിക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എവിടെ നിന്ന് തുടങ്ങുന്നു? വിഷ്ണു പറയുകയാണ്. എന്നിട്ട് വിഷ്ണു പറയുകയാണ്, ഇതാണ് ശക്തി, ഭഗവത്ഗീതയുടെ ശക്തി. അങ്ങനെ സുഷർമനും പിന്നീട് ആ ജന്മത്തോടുകൂടി, അദ്ദേഹത്തിൻ്റെ അവസാന ജന്മമായിരുന്നു, അദ്ദേഹം ശുദ്ധഭക്തനായി ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു. ആ സ്ത്രീയും ശുദ്ധഭക്തനാവുന്നു. തത്തയ്ക്കും പിന്നീട് മനുഷ്യ ശരീരം കിട്ടി, തത്തയും മുക്തനാവുന്നു. എന്നിട്ട് വിഷ്ണു പറയാണ്, ഇതാണ് ശക്തി ഭഗവത്ഗീതയുടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ആളുകളാണ് ഈ പ്രോസസ്സിലുണ്ടായിരുന്നത്? അതായത് ആ കുട്ടികൾ ചൊല്ലിയ ഭഗവത്ഗീത കേട്ട തത്തയ്ക്ക് ഭഗവത്ഗീത കേൾക്കുന്നു, പഠിക്കുന്നു. അത് കേട്ട ആ സ്ത്രീ മാറുന്നു. ആ സ്ത്രീ സുകൃതി ഡെഡിക്കേറ്റ് ചെയ്യുന്നു സുഷർമനും കിട്ടുന്നു. ആ ഒരു ചെയിൻ നോക്കി കഴിഞ്ഞാൽ എല്ലാവരും രക്ഷപ്പെട്ടു, എല്ലാവരും മുക്തരാകുന്നു ശ്രീമദ് ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ കേട്ടതുകൊണ്ട്. സോ അത്രമാത്രം ശക്തിയാണ് ഉള്ളത് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക്. വിഷ്ണു പറയുന്നു ഇത്രയും ശക്തിയാണ്. അതുകൊണ്ട് ആരാണോ ശ്രീമദ് ഭഗവത്ഗീത പഠിക്കുന്നത്, വായിക്കുന്നത്, ഒരു ശ്ലോകമോ അര ശ്ലോകമോ കാൽ ശ്ലോകമോ വായിക്കുന്നത്, കേൾക്കുന്നത്, പഠിക്കുന്നത്, അവർക്ക് ഭൗതിക ലോകത്തിലെ മഹാസാഗരം, അതായത് പ്രശ്നങ്ങളുടെ മഹാസാഗരമാണ് ഈ ഭൗതിക ലോകം. ഇതെല്ലാം തരണം ചെയ്ത് ഭഗവത് തൃപ്പാദങ്ങളിലേക്ക് എത്തുവാൻ സാധിക്കുന്നു. അത്രമാത്രം ശക്തിയുണ്ട് ശ്രീമദ് ഭഗവത്ഗീതയ്ക്ക് എന്ന് വിഷ്ണു ലക്ഷ്മി ദേവിയോട് പറയുകയാണ്. അതുകൊണ്ട് ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള ഒരു പ്രചോദനമാണ്. ഭഗവാൻ വിഷ്ണു പറയുന്നു, ആരാണോ ഭഗവത്ഗീത പഠിക്കുന്നത്, വായിക്കുന്നത്, അവർക്ക് എത്രമാത്രം സുകൃതിയാണ് കിട്ടാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഈ ഒരു യജ്ഞം നമ്മൾ ഓരോരുത്തരും സീരിയസ് ആയിട്ട് എടുക്കുക. ഭഗവാന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരും നല്ല രീതിയിൽ നാമം ജപിക്കുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാമം ജപിക്കുക. ശ്രീമദ് ഭഗവത്ഗീത ഭാഗവതം കേൾക്കുക, പഠിക്കുക. അതിനുള്ള ഉത്സാഹം നമ്മൾ വളർത്തിയെടുക്കുക. അങ്ങനെ കൂടുതൽ സത്സംഗങ്ങളിൽ പങ്കെടുത്ത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഭഗവാന്റെ അടുത്തേക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സത്സംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മളൊരു ശ്ലോകം സെലക്ട് ചെയ്തുകൊണ്ട് ആ ശ്ലോകം പഠിക്കുന്നു. കൂട്ടത്തിൽ ആ ശ്ലോകത്തിൽ നിന്ന് പഠിക്കുന്ന തത്വം ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ ഒരു ലീലയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തുകൊണ്ട് അത് പഠിക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, സോ എല്ലാവരും അടുത്ത ക്ലാസ്സിന് വേണ്ടി തയ്യാറാവുക. അടുത്ത ഞായറാഴ്ച ഇതേ സമയത്ത് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും വിഷു ആശംസകൾ. ഭഗവാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നല്ലൊരു വിഷു ആവട്ടെ. ഈ ഒരു വിഷു മുതൽ ഭഗവാൻ നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഭക്തിയിൽ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശക്തിയും, ഭക്തി ശക്തി ഭഗവാൻ തരട്ടെ, ഗുരുവായൂരപ്പൻ തരട്ടെ. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. കൂടുതൽ നാമം ജപിക്കുവാനും കൂടുതൽ ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനുമുള്ള അവസരങ്ങൾ കിട്ടട്ടെ. നമുക്കതിനുള്ള സമയം ലഭിക്കട്ടെ. കൂടുതൽ ഭക്തിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ സത്സംഗം അവസാനിപ്പിക്കുന്നു.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വഞ്ചാകൽപതരുഭ്യശ്ച കൃഷ്ണ. കൃപാ സിന്ധുഭ്യശ്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ हरे कृष्ण प्रभु जी प्रणाम। ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹാപ്പി വിഷു. ഹാപ്പി വിഷു പ്രഭുജി. ഹാപ്പി വിഷു. ശ്രീ ഗുരുവായൂരപ്പൻ की जय, श्री गुरुवायूर धाम की जय. ഹരേ കൃഷ്ണ. प्रणाम. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. Thank ഹരേ you. കൃഷ്ണ.